പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുള്ള കർമ്മശാസ്ത്രപരമായ സംശയങ്ങളുടെ നിവാരണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും, അടിസ്ഥാനപരമായി ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഒന്ന്, പലരുടെയും മനസ്സിലുള്ള ആശങ്കകളിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ എനിക്ക് പറ്റുമോ? ശാരീരികമായ അവസ്ഥ, രോഗങ്ങൾ, പിന്നെ മറ്റു ചില ബുദ്ധിമുട്ടുകൾ, കൂടെയുള്ള ആളുകളൊക്കെ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയാലൊക്കെ എന്താണാവോ സംഭവിക്കുക? വലിയ ആവലാതിയും വേവലാതിയും ഒക്കെ പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിശുദ്ധമായ മക്കയിലേക്ക് പോകുന്നത് പ്രപഞ്ച സൃഷ്ടാവായ പടച്ച തമ്പുരാന്റെ അതിഥികളായിട്ടാണ്. നമ്മളൊക്കെ പേപ്പറിൽ ഫോട്ടോ കാണാറുണ്ട്, സൗദി രാജാവിന്റെ അതിഥികളായി ഹജ്ജിന് പോകുന്നവർ ഫോട്ടോ എടുക്കാറുണ്ട്. നമ്മൾ അതിന്റെ മേലെയാണ് നമ്മൾ അള്ളാഹുവിന്റെ അതിഥികളായിട്ടാണ് ഹജ്ജിന് പോകുന്നത്. അള്ളാഹുവിന്റെ അതിഥികൾ അവിടെ സൗദി അറേബ്യയിലെ വിമാനത്താവളങ്ങളിൽ ഇറങ്ങിയാൽ പിന്നെ മക്കയിലേക്ക് പോകുമ്പോഴൊക്കെ റോഡിന്റെ വശങ്ങളിൽ പടുക്കൂറ്റൻ ബോർഡുകൾ കാണാം. ആ ബോർഡുകൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ അതിഥികളെ നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഹിദ്മത്തുകൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് സൗദി അറേബ്യയിലെ രാജാക്കന്മാരുടെ ചിത്രങ്ങൾ വെച്ച മനോഹരമായ ബോർഡുകൾ നമ്മളെ അഭിമാനത്തിന്റെ വലിയ വലിയ അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് ആ ഒരു ബേജാറ് ആർക്കും വേണ്ട. എങ്ങനെ ആ ഹജ്ജിന് പോയാൽ അത് ചെയ്യാനും പൂർത്തിയാക്കാനൊക്കെ എനിക്ക് പറ്റുമോ? നമ്മളെ വിളിച്ചത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് എന്ന വാക്കിന്റെ അർത്ഥം ലബ്ബൈക്, ലബ്ബൈക് എന്ന് പറഞ്ഞാലേ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഗവൺമെന്റ് കണ്ട് വാപ്പ അറബിയിൽ സംസാരിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന കാലത്ത് ബാപ്പ നമ്മളെ പേര് വിളിച്ചാൽ യാ ഷാഖ് എന്ന് വിളിച്ചാൽ ഞാൻ ബാപ്പാക്ക് കൊടുക്കുന്ന മറുപടി എന്തായാലും ലബ്ബൈക്, ദാ ഞാനിതാ വന്നു, ഞാൻ ദാ വരുന്നു. ഏറ്റവും അടുത്ത ഒരാളോട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് നമ്മൾ പറയുന്ന ഉത്തരാണ് ദാ ഉമ്മ ഞാൻ ദാ വരുന്നത്. ആ ഉത്തരമാണ് ലബ്ബൈക് എന്ന വാക്കിന്റെ അർത്ഥം. അത്രമാത്രം അള്ളാഹുവുമായി ഒരു മാനസികമായ ബന്ധമുണ്ടാക്കി അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പോണേ. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അപ്പോ എന്നെ കൊണ്ട് കഴിയോ, എനിക്ക് പറ്റുമോ, എനിക്ക് സാധിക്കോ, ആ പേടികളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഇറക്കി വെക്കുക. അവിടെ പോയാൽ നമ്മൾ അത്ഭുതപ്പെടും. ഈ കോവിഡിന്റെ ശേഷമുള്ള ഹജ്ജിന് ഒരു നിയമം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ, 60 വയസ്സോ 50 വയസ്സോ അതിന്റെ മേലക്കുള്ള ആൾക്കാർ വരരുത്. പക്ഷെ ആ നിയമം നമ്മുടെ നാട്ടുകാർ മാത്രം പാലിച്ചേ. ഈ ബംഗ്ലാദേശിലൊക്കെ വന്ന ചില ആൾക്കാരെ കണ്ട് അത്ഭുതപ്പെടും. വയസ്സായ ആൾക്കാർ ഒരു പ്രശ്നമില്ല, അവര് കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ഊർജ്ജസ്വലതയോടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ എനിക്ക് പറ്റുമോ അവരവി നിങ്ങളെ ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ വരുന്ന കുറച്ച് പ്രായമുള്ള ആൾക്കാരുണ്ടാവും. ഓരോന്നും മക്കത്തി എന്ന കാണുന്നില്ല, ഓരൊക്കെ ചടുലമായി വളരെ ഉഷാറായി കർമ്മങ്ങളൊക്കെ ചെയ്ത് അവരെ തന്നെ അത്ഭുതപ്പെടുത്തും, അമ്പരപ്പിക്കും. അതുകൊണ്ട് ആ ഒരു പേടി, നിങ്ങൾക്ക് വേദനയാണ്, 2 അടി നടക്കുമ്പോൾ നടക്കാൻ കഴിയില്ല, വയലിനാണ്, കിടക്കാണ്, ഇതൊക്കെ നമ്മൾ മാറ്റി വെക്കുക. ഇതൊക്കെ പറ്റും നമുക്ക്. കാരണം നമ്മുടെ റബ്ബാണ് നമ്മളെ വിളിച്ചത്, നമ്മുടെ ആതിഥേയൻ പടച്ച തമ്പുരാനാണ്. ആ റബ്ബിന്റെ അതിഥികളായിട്ടാണ് പോകുന്നത് എല്ലാം. അല്ലെ, നമ്മളിപ്പോ കല്യാണത്തിന് പോകുക, ഡൽഹിക്ക പോണേ, ആരുടെ കല്യാണം? അതൊരു കേന്ദ്രമന്ത്രിയുടെ കല്യാണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു അഭിമാനിക്കാറേ. ഇത് പടച്ച റബ്ബിന്റെ അതിഥികളായിട്ട്, പ്രപഞ്ച സൃഷ്ടാവിന്റെ അതിഥികളായിട്ട്. ആരാ നമ്മളെ വിളിച്ചത് അറിയോ? ഏതെങ്കിലും വേലക്കാരനോ കൂലിക്കാരനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞേ, ആളുകളോട് ഹജ്ജിന് വരാൻ വേണ്ടി നീ വിളിച്ചു പറയാം. അന്ന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി വിളിച്ചതാ. ആ വിളിങ്ങനെ ഓരോരുത്തരെ കേൾക്കും, കാതുകൊണ്ട് തന്നെ
കേൾക്കുക, ഹൃദയം കൊണ്ടാ കേൾക്കുക. ആ വിളി കേട്ടിട്ട് അതിനൊരു ഉത്തരം നൽകണമെങ്കിൽ പടച്ച റബ്ബന്റെ അനുവാദം തന്നെ വേണം. നമ്മളെ നാട്ടിലൊക്കെ ചില ആൾക്കാർ എല്ലാ കൊല്ലം ഹജ്ജിന് വേണ്ടി ഒരുങ്ങും, പക്ഷെ നടക്കൂല, എന്തേലും കാരണം ഉണ്ടാവും. അപ്പോ നമ്മുടെ നാട്ടിലും പ്രമുഖനായ ഒരാള്, പണ്ഡിതനാണ്, സാത്വികനാണ്, അദ്ദേഹത്തിന് ഹജ്ജിന് പെർമിഷൻ കിട്ടുന്നേയില്ല. അപ്പൊ അദ്ദേഹത്തോട് ഒരിക്കൽ അദ്ദേഹത്തിന് ഉമ്മ പറഞ്ഞു, അങ്ങനെ ബേജാറൊന്നും വേണ്ട, എനിക്ക് അള്ളാന്റെ സമയമായിട്ടില്ല. ഇബ്രാഹിം നബിയുടെ ചോദ്യത്തിന് വിളിക്ക് ഉത്തരം നൽകാൻ അള്ളാഹ് എനിക്ക് സമയം നിശ്ചയിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് ബേജാറാവണ്ട. ഒരു സംശയം ചോദിച്ചല്ലോ, ഈ വർഷത്തെ ഹജ്ജിൽ 80% ആളുകളെ പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ ഗവൺമെന്റ് ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലല്ലാതെ സ്വകാര്യ ഏജൻസികളുടെ കീഴിൽ ഹജ്ജിന് വേണ്ടി പോകാൻ പണമടച്ച് പാസ്പോർട്ട് കൊടുത്ത് ഡേറ്റും കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഒരു വലിയ ഷോക്കാണ് ഇന്നലെയും ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില നിയമങ്ങളൊക്കെ. എല്ലാ പ്രൈവറ്റ് ഏജൻസികളോടും ഇന്ത്യൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി നിശ്ചയിച്ച കോട്ടയിൽ 80% കുറവ് വരുത്തിയിരിക്കുന്നു, ബാക്കി 20% കൊണ്ടുപോകാൻ. 100 ആളുകളെ കൊണ്ടുപോകാൻ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിന് അനുവാദം കിട്ടിയിരുന്നു എങ്കിൽ ഇന്നലെ മുതൽ അത് 80 ആളുകളെ ഒഴിവാക്കി 20 ആളുകളെ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നാണ് പുതിയ നിയമം. ആരായിരിക്കണം ആ 20 ആളുകളെന്ന് 24 മണിക്കൂറിന്റെ ഉള്ളിൽ വെബ്സൈറ്റിൽ ആ പേര് ചേർക്കാനും അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 100 ആളുകളിൽ 20 ആളുകളെ എങ്ങനെ തെരഞ്ഞെടുക്കുമെന്ന് അറിയാതെ സ്വകാര്യ ഏജൻസികളൊക്കെ വല്ലാത്ത ഒരു സങ്കടത്തിൽ തന്നെയാണ്. അപ്പൊ ഞാൻ എന്താ പറയാൻ കാരണം, ഞാൻ പാസ്പോർട്ടും പൈസ ഒക്കെ കൊടുത്തതാണല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ, എന്താ വിചാരിക്കേണ്ടതല്ലോ, പടച്ചോൻ അങ്ങോട്ടെത്താൻ എനിക്ക് സമയം ആയിട്ടില്ല. ഒരു ബേജാറോട്ട ഒരു കാര്യം നിർവഹിക്കാൻ അതിന് അല്ലാഹ് അവസരം തരുമ്പോഴാണ് ആ കാര്യം നമ്മൾ നിർവഹിക്കേണ്ടത്. അല്ലാത്ത സമയത്ത് അത് നിർവഹിക്കാതിരിക്കുന്നത് നമുക്ക് തന്നെ. അർത്ഥമുള്ള ഒരു സ്ത്രീ നിസ്കരിക്കണം, അത് അവൾക്ക് പുണ്യാണ്. അർത്ഥമുള്ള സമയത്ത് അവൾ നിസ്കരിക്കാതിരിക്കാൻ അവൾക്ക് പുണ്യാണ്. എല്ലാവർക്കും സങ്കടം, റമദാന്റെ അവസാനത്തെ 10 എനിക്കൊന്നിനും കഴിയില്ലല്ലോ, മുസാഹിബ് നിർത്തുവെക്കാൻ കൂടി പറ്റില്ലല്ലോ, എന്താണ് ഈ നശിച്ച ഞാനെന്താ ഇങ്ങനെ ആയത്, ഞാൻ ഒരു ഭാഗ്യമില്ലാത്ത പെണ്ണാണെന്നൊക്കെ ചില പെണ്ണുങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ട് പറയും. എന്തിനാ സങ്കടപ്പെടുന്നത്? നിസ്കരിക്കണം എന്ന് പറഞ്ഞ പടച്ചോൻ നിസ്കരിച്ചാൽ കൂലി തരുമ്പോ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞ പടച്ചോനാ. അപ്പൊ നിസ്കരിക്കാതെ നമ്മളവിടെ കൂലി കിട്ടുക അല്ലേ? അപ്പൊ ഹജ്ജിന് സമയമാകുമ്പോ നമ്മളെ പാസ്പോർട്ടും ടിക്കറ്റൊക്കെ റെഡി പോകും. സമയമായിട്ടില്ലെങ്കിൽ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല, സംഗതി നടക്കൂല. അപ്പൊ കുറെ ആൾക്കാർക്ക് ഒന്നും തന്നെ ഈ ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുങ്ങിയ ആൾക്കാർക്ക് ഇന്നും നാളെ കേട്ടത് പക്ഷേ ഇന്നലെ ട്രാവൽസിന്റെ ഓഫീസിൽ നിന്ന് വിളി വരും, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊക്കെ പോകട്ടോ, ബേജാറാൻ നിൽക്കണ്ട, ഭ്രാന്താൻ നിൽക്കണ്ട, ഞാൻ എവരോടും പറഞ്ഞല്ലോ, യാത്രയ്ക്ക് വരെ കൊടുത്തല്ലോ, ഇനി എന്താ കാട്ടുക, ബേജാറാവണ്ട, സമയമായിട്ടില്ല, സമയമാകുമ്പോ അതൊക്കെ ഭംഗിയായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശുദ്ധമായ ഭവനത്തിലെത്തി ഹജ്ജ് നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു അതിനെ കഴിവും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോൾ ഹജ്ജിന്റെ ചരിത്രത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ചരിത്രം അറിയുക എന്നത് ഏതൊരു കാര്യത്തിന്റെയും അതിന്റെ ഭംഗി, അതിന്റെ മനോഹാരിത കൂട്ടാൻ സഹായിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ പല ആളുകളും ചരിത്രങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ചരിത്രം വായിക്കുമ്പോൾ ആ ചരിത്രം നമുക്ക് നൽകുന്ന ഒരു ആവേശമുണ്ട്, ഒരു ഇസ്സത്തുണ്ട്. ആ ചരിത്രത്തെ ഇല്ലാതാക്കുമ്പോൾ ചരിത്രമില്ലാത്ത ഒരു തലമുറ എന്ന് പറയുന്നത് അവർ ഒരു എന്താ പറയാ ഒരു ഇസ്സത്തില്ലാത്ത തലമുറയായിട്ട് മാറും. നമ്മുടെ രാജ്യത്തൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ ഒക്കെ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യുവാനും ആ ചരിത്രത്തെ വക്രീകരിക്കാനും ഒക്കെയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നതിന്റെ കാരണം അതാണ്. ഹജ്ജിന്റെ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുത്തെ ഭാര്യ ഹാജർ, മകൻ ഇസ്മായിൽ, അവർ മക്കയിൽ താമസിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വിശുദ്ധമായ കഅബാലയം നിർമ്മിക്കുന്നത്. ആ കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആളുകളെ പരസ്യമായി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ആളുകളെ ഹജ്ജിന് വേണ്ടി വിളിക്കുവാൻ വേണ്ടി അല്ലാഹു ആവശ്യപ്പെടുന്നതും വിശുദ്ധ ഖുർആനിൽ നമ്മൾ കേൾക്കുന്നത്, നമ്മൾ വായിക്കുന്നത്. വിജനമായ ആ മരുഭൂമി എന്തറിയാലോ, വിശുദ്ധമായ മക്ക നിൽക്കുന്ന ആ പ്രദേശം ഇന്ന് ഈ ആധുനിക കാലത്ത് ഒരുപാട് കരിപ്പാറകളുടെ കുന്നുകൾ ഇടിച്ചു നിരത്തിയിട്ടാണ് അവിടെ ഒരു ഇത്തിരി വിശാലമായ ഒരു നടുമുറ്റം ഉണ്ടാകുന്നത്. അതിനു മുമ്പ്
അവിടെ ഒരു കെട്ടിടത്തിന് മാത്രം സ്ഥലമുള്ള നാനാഭാഗത്തിൽ നിന്നും കുന്നുകൾ അങ്ങനെ തലകുലിച്ചു നിൽക്കുന്ന ഒരു ചെറിയ ടാവട്ടത്തിലുള്ള പ്രദേശമാണ് ആ കഅബാലയം നിലനിൽക്കുന്ന പ്രദേശം. അവിടെ നിന്ന് ഒരാള് ഉറക്ക ഒച്ചയിട്ടാൽ ആ കുന്നിന്റെ അപ്പുറത്തേക്ക് ആ ശബ്ദം എത്തൂല, ഒരിക്കലും എത്തൂല. അത്രയും ഉയരമുള്ള പാറക്കുന്നുകൾ കൊണ്ട് മൂടിക്കിടക്കുന്ന ഒരു ചെറിയ ടാവട്ടത്തിലുള്ള പ്രദേശത്ത് ഇബ്രാഹിം നബി മൈക്കില്ല, സ്റ്റേജില്ല, ഇലക്ട്രോണിക്കൽ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത കാലത്ത് അദ്ദേഹം വിളിക്കുന്നത് ജനങ്ങളെ, ദേശീയതകളില്ല, ഏത് നാടും ഏത് വിഭാഗവും ഏത് ഭാഷക്കാരും എല്ലാവരെയും ഭാഷകളില്ലാതെ, വിഭാഗീയതകളില്ലാതെ, ദേശീയതകളില്ലാതെ മനുഷ്യരെയാണ് വിളിച്ചത്. സംശയം ഉണ്ടായിരുന്ന ഇവിടുന്ന് ഞാൻ വിളിച്ചിട്ട് ആരെ കേൾക്കുക? ഞാൻ എന്റെ പെണ്ണുങ്ങളും കുട്ടിയാ മാത്രം അടുത്ത്. പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞാൽ ആരെ കേൾക്കുക? അല്ലാഹു തആല പറഞ്ഞു അത്ര, ഇബ്രാഹിം നീ വിളിക്കുക, കേൾപ്പിക്കുന്നവൻ ഞാനാണ്. അപ്പോൾ നോക്കിങ്ങൾ ആ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വിളിച്ച വിളി ഇപ്പോഴും ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ, 20 ലക്ഷം 20 ലക്ഷമൊക്കെ കണക്കിൽപ്പെടാത്ത ലക്ഷങ്ങൾ വേറെ. ഞാനത് സൗദി അറേബ്യയുടെ 2030 വിഷൻ എന്ന അവരുടെ ഒരു പ്രൊജക്ട് ഉണ്ട്. ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം വായിച്ചപ്പോ ഞാൻ അതിൽ വായിച്ചത് 2030 ആകുമ്പോഴേക്ക് 1 കോടി തീർത്ഥാടകരെ ഹജ്ജിന് വേണ്ടി എത്തിക്കുവാൻ സാധിക്കത്തക്ക രൂപത്തിലാണ് സൗദി അറേബ്യയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു ലേഖനത്തിൽ വായിച്ചു. അങ്ങനെ കോടിക്കണക്കിന് ആളുകൾ, എത്ര വർഷങ്ങളായി, 1000 വർഷങ്ങളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി ആളുകൾ അങ്ങനെ വിശുദ്ധമായ ഹറമിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ പോലെ വിമാനവും കപ്പലും ഇല്ലാത്ത കാലത്ത് അല്ലാഹു തന്നെ പറഞ്ഞില്ല ഖുർആനിൽ, അവർ കാൽനടയായും മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തും മലഞ്ചെരിവുകൾ താണ്ടിയും അവർ വരും. നമ്മളെ നാട്ടിലൊക്കെ ഹജ്ജിന് വേണ്ടി പൈസക്കാരൊക്കെ പോയാൽ നിങ്ങൾ ഈ ആഫ്രിക്കയിലൊക്കെ വരുന്ന ആൾക്കാരെ നോക്കേണ്ടി, ഓർക്ക് റൂം ഉണ്ടാവില്ല, ഓർക്ക് ഭക്ഷണം ഉണ്ടാവില്ല, ഒക്കെപ്പാടെ മാറിക്കെട്ടി തുണി കുപ്പായൊക്കെ പാടെ കയ്യുമ്പ കെട്ടി തൂക്കിയിട്ട് അവരെങ്ങനെ നാടോടികളെ പോലെ ഹജ്ജിന്റെ കർമ്മങ്ങളും ചെയ്തങ്ങനെ നടക്കുക. അവർ പൈസക്കാരല്ല, പാവങ്ങളാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഹജ്ജിന് വേണ്ടി വിളിക്കും ഇബ്രാഹിമെ, അവരൊക്കെ വിവിഐപികളായി വലിയ വിമാനത്തിന്റെ എക്സിക്യൂട്ടീവ് ആയിട്ട് വലിയ സമ്പന്നരായിട്ട് അവർ ഹജ്ജിന് വരുന്നല്ലേ. അവർ കാൽനടയായും മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായും മലഞ്ചെരിവുകൾ താണ്ടിയും അവർ വരും. അങ്ങനെ ഹജ്ജിന് വേണ്ടി അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. എല്ലാ വർഷത്തിലും അത് വന്നുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 10-ാം വർഷം പ്രവാചകൻ ഹജ്ജിന് പുറപ്പെടുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ദുൽഖഅദ 25-ന്, ഹജ്ജിന്റെ തൊട്ട് മുമ്പത്തെ മാസം 25-ന് പ്രവാചകൻ തന്റെ യാത്ര ആരംഭിച്ച് ദുൽഹിജ്ജ 5-ന് പ്രവാചകൻ മക്കയിലെത്തുക. 10 ദിവസം, ഒരു ദിവസം ഏകദേശം 50 കിലോമീറ്റർ. പലരും നടക്കുകയാണ്. ചിലർക്കൊക്കെ ഒട്ടകങ്ങളുണ്ട്, ചിലർക്ക് കുതിരകളുണ്ട്. 1 ലക്ഷത്തോളം പ്രവാചകന്റെ കൂടെ 1 ലക്ഷത്തോളം ആളുകളുണ്ട്. ആ 1 ലക്ഷത്തോളം ആളുകൾ കാൽനടയായിട്ടാണ് മദീനയിൽ നിന്ന് പുറപ്പെടുന്നത്. ഒരു ദിവസം ശരാശരി 50 കിലോമീറ്റർ നടന്ന് 10 ദിവസം കൊണ്ടാണ് അവർ ദുൽഹിജ്ജ 5-ന് മക്കയിൽ എത്തിച്ചേരുന്നത്. ദുർഘടമായ എക്സ്പ്രസ് ഹൈവേകളില്ല, വലിയ റോഡുകളില്ല, വിശ്രമ സ്ഥലങ്ങളില്ല, കരിമ്പാറകൾ കാവൽ നിൽക്കുന്ന മക്ക മദീന ഒട്ടകപ്പാതയിലൂടെ ദിവസങ്ങൾ സഞ്ചരിച്ച് അവർ മക്കയിലെത്തി. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി അവർ എത്തി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെയുള്ള സംസാരങ്ങളിലൊക്കെ കേട്ടത്, ഹജ്ജ് നിർവഹിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തെ, അവന്റെ ഈമാനിന്റെ, അവന്റെ ഇസ്ലാമിന്റെ ഭാഗമാണ്. 5 കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങളായി പഠിപ്പിച്ചപ്പോ അതിലൊന്ന്, സാമ്പത്തികമായി ശാരീരികമായി സാധിക്കുന്ന ഒരാൾ മക്കയിലെത്തി ഹജ്ജ് നിർവഹിക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. ആ ആഗ്രഹമാണ് നമ്മളൊക്കെ ഹജ്ജിന് പ്രേരിപ്പിക്കുക. സാമ്പത്തികമായിട്ട് വലിയ പ്രയാസത്തിലായിരുന്ന ഒരു കാലഘട്ടത്തിലും ഹജ്ജ് മുടങ്ങാതെ മുന്നോട്ട് പോയി. ഇന്നിപ്പോ ഇങ്ങനെ ഈ സദസ്സിലേക്ക് നോക്കിയപ്പോ കൂടെയുള്ള ഷബീർ മാഷ് പറയണേ, ഇപ്പോ ആണുങ്ങളെക്കാൾ ഏറെയൊക്കെ പൈസക്കാർ പെണ്ണുങ്ങളാണ്, പെണ്ണുങ്ങളെ കൂടുതലേ. അപ്പൊ കാര്യം പറയണ്ടല്ലോ, പണ്ട്
ഈ ചെറിയ കുട്ടികളുടെ കാലിന്റെ പാദസരത്തുമതൊക്കെ ചെറിയ സ്വർണത്തിന്റെ ഇലയൊക്കെ കൊഞ്ഞു കഴിഞ്ഞാല് അടുത്തുകാണ്ട് ചോരുമ്പോ വെക്കല. കാരണം അതൊന്നും തൂക്കാനും കൂടി ഉണ്ടാവില്ല. ഇന്നിപ്പോ ചോരൊക്കെ തട്ടിക്കൊട്ടി ആ ചെറിയ ദളം കൂടി ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ഒരു ചെറിയ വട്ടം കൊണ്ടുപോയി കൊടുത്താല് 2 അച്ഛന് പോകാനുള്ള പൈസ ഉണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങൾ സജീവ, കാരണം അവർക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ആണുങ്ങൾക്ക് സാധുക്കളാണല്ലോ. ഈ പെണ്ണുങ്ങളെ ആണുങ്ങളെയും ഓരോ ആണുങ്ങളെടുത്തുള്ള പൈസ അവിടെയും പെണ്ണുങ്ങളെടുത്തുള്ള സ്വത്തൊക്കെ പടി ഇങ്ങനെ ഊരി വെച്ചാല് ഒരു അമേരിക്കയും ഉഗാണ്ടയും തമ്മിലുള്ള വ്യത്യാസം. നമ്മളെ തോന്നില്ല ഈ സ്ക്രീന് പൊട്ടിയൊരു ഫോണും നടക്കാത്തൊരു വാച്ച് പൈസ പറ്റുന്നുള്ളൂ, വേറൊന്നുമില്ല. നിങ്ങളൊക്കെ എത്ര സ്വത്തുകൾ. അപ്പോ എന്തായിരുന്നാലും എല്ലാവരും ഇപ്പോ ആളുകളൊക്കെ പറയാണ് എന്താ ഇപ്പൊ പൈസ കൊണ്ട് കാര്യം, കുറെ പൈസ ഉണ്ടായിരുന്ന കാര്യം, അള്ളാന്റെ അടുത്ത് കഴിച്ചിലാവാൻ എന്താണോ ചെയ്യാൻ പറ്റുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് കഴിച്ചിലാകാൻ നോക്കുക എന്ന് പറഞ്ഞ് ഇപ്പൊ ഹജ്ജിന് വേണ്ടി എല്ലാവരും തയ്യാറാവണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജ് ഹജ്ജ എന്ന അറബി പദത്തിന്റെ അർത്ഥം ഈ സംഗമത്തിന്റെ ആദ്യ സമയം മുതലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹജ്ജ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു എന്നാണ് വാക്കിന്റെ അർത്ഥം. ഒരു പ്രത്യേകമായ കേന്ദ്രത്തെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന യാത്രയാണ് ഹജ്ജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുൽഹിജ്ജ 8 മുതൽ 8, 9, 10, 11, 12, 13 ഈ 6 ദിവസങ്ങളിലായി മക്കയിലും മക്കയുടെ പരിസരത്ത് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിലും ചെന്നെത്തി നമ്മൾ നിർവഹിക്കുന്ന ആ കർമ്മത്തിന് പറയുന്ന പേരാണ് ഹജ്ജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇവിടെ ഹജ്ജിനെ കുറിച്ച് കുറെ സംശയങ്ങൾ ആൾക്കാർ ചോദിച്ചല്ലോ. ഒരു കാര്യം എനിക്ക് പറയട്ടെ, ഹജ്ജിന്റെ ഒരു കർമ്മവും നിങ്ങൾ വിട്ടുപോകില്ല. അതിലാരും ബേജാറാവണ്ട. ഹജ്ജിന് നമ്മൾ ചെയ്യണമെന്ന് അള്ളാഹ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും, അത് ചെയ്തിരിക്കും. ദുൽഹജ്ജ് 8-ന് മിന നമ്മൾ മക്കയിൽ നിന്ന് താമസിക്കുന്നിടത്ത് നിന്ന് എല്ലാവരും പോകും മിനയ്ക്ക്. പക്ഷേ ഞാൻ അറിയാവോ ദുൽഹജ്ജ് 8-ന് പോകുകയോ ഇല്ലേ, ഞാൻ ചിലപ്പോ കടന്നുറങ്ങുന്ന ആളാ, ഞാൻ അറിയാവോ, ആരും ബേജാറാവണ്ട. ദുൽഹജ്ജ് 8 കഴിഞ്ഞാൽ പിന്നെ മക്കത്തൊരു മനുഷ്യൻ ഉണ്ടാവില്ല. മക്കത്തുള്ള മനുഷ്യന്മാർ മുഴുവൻ അങ്ങനെ മിനയിലേക്ക്. അപ്പൊ ചില ആൾക്കാർക്ക് സംശയം, അതിന് മിന എവിടെ എനിക്കറിയോ, മഞ്ചേരിയിൽ നിന്ന് ഇറങ്ങിയാല് നെല്ലിപ്പറമ്പ് എവിടെയെന്ന് അറിയില്ല, പിന്നെ ഞാനെങ്ങനെ മിനയൊക്കെ കണ്ടുപിടിക്കാം. ഒരു ബേജാറാവണ്ട. ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ മിനയ്ക്ക പോണേ. നമ്മൾ നടക്കൊന്നും വേണ്ട, ആ കൂട്ടത്തിലേക്ക് നിന്ന് കൊടുത്താൽ മതി. നാട്ടുകാർ നമ്മളെ കൊണ്ടുപോയിട്ട് മിനയിൽ കൊണ്ടുപോയിട്ട് നിർത്തും. ഇതന്നെ മീന, അതന്നെ മീന, തെറ്റൂല, അതന്നെ കാമീന. അത് ദുൽഹജ്ജ് 8-ന. അന്ന് മിനയിൽ ഒന്നും ചെയ്യാല്ല. ദുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ, സുബഹി 5 വക്ത് നിസ്കാരം നിസ്കരിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിച്ച് അവിടെ തന്നെ കൂടുക. നിസ്കാരം 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ച ഹാപ്പി. ഇവിടെ നേരത്തെ ചോദിച്ചില്ലേ 4 റക്അത്ത് നിസ്കരിച്ച കുഴപ്പമുണ്ടോ? ഏറ്റവും വലിയ പ്രശ്നം എന്താ? ചിലരങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യലല്ല കുറ്റം, കുഴപ്പം വരില്ല. ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യം ഹജ്ജിൽ ചെയ്യും. ഓരോരുത്തരും ചെയ്യുന്നത് കാണുമ്പോഴേ അത് കുഴപ്പമില്ലല്ലോ. ഞാൻ ഹജ്ജിന്റെ സമയത്ത് ഈ അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, അറഫ ദിവസത്തില് ദുഹ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ കൂടി നിന്നിട്ട് ഒരു പ്രാർത്ഥന ഉണ്ട്. ഒരു ഇമാം ഉണ്ടാവും, ഒരു അമീർ, മൂപ്പരൊരു പ്രാർത്ഥന, മൂപ്പരത് പ്രാർത്ഥിക്കാൻ വേണ്ടി കുറെ പ്രാർത്ഥന പ്രാസം ഒപ്പിച്ച് പഠിച്ചു വന്നപ്പോൾ അറബിയിലൊക്കെ. പിന്നെ അതിങ്ങനെ കരഞ്ഞാണ്ട് പ്രാർത്ഥിക്കുമ്പോ ബേക്കിലുള്ള ആൾക്കാർ ചാടി നീച്ച് ആമീൻ ആമീൻ. എന്താന്ന് അറിയില്ല, ആമീൻ ഭയങ്കര ആമീൻ കരച്ചിലൊക്കെ. എന്നിട്ട് പറയോ ഹജ്ജിന്റെ സുഖം കിട്ടിയത്. എന്ത് സുഖം? എന്തോ പറയാ ആമീൻ പറഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞ് അങ്ങനത്തെ ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ച്, സ്വഹാബത്ത് സ്വന്തമായിട്ട് പ്രാർത്ഥിച്ച്. അതുകൊണ്ട് ദുഹ്ർ അസ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചേരൊക്കെ വെയിൽ ചൂടായതുകൊണ്ട് നിങ്ങൾ ടെന്റിൽ തന്നെ ഇരുന്നിട്ട് കിബിലന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നിട്ട് നിങ്ങൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചോളി. ഒരു അസറിന്റെ സമയം കഴിഞ്ഞാല് വെയിലൊന്ന് ചാഞ്ഞാല് ആ ടെന്റിന് പുറത്തിറങ്ങിയിട്ട് അവിടെയൊക്കെ നിറയെ മരങ്ങളും തണലുകളൊക്കെ ഉണ്ട്. ഒരു ചെറിയ മുസല്ല കൈ പിടിക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു മരത്തിന്റെ ചോട്ട് കൊണ്ടുപോയിട്ട് ആ മുസല്ല വിരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഒന്നുമെടുത്തിട്ട് കിബിലന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് നിങ്ങൾ കൈകൾ ഉയർത്തിയിട്ട് ധാരാളം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചോളി. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ പരിചയക്കാരൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പരിചയക്കാരനോ എന്താ പോകാം എഴുമാത്രം പ്രാർത്ഥിക്കാം, കണ്ടമാനം ചെയ്ത് കൂട്ടിയിട്ടുണ്ടാവേ, അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം പ്രാർത്ഥന നിർത്തിക്കൊന്ന് പൊട്ടിച്ചാൽ പോകും. അതുകൊണ്ട് തൽക്കാലം പരിചയക്കാരൊന്നും ഇല്ലാത്ത ഒറ്റയ്ക്ക് പോയിരിക്കാം. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഓരോന്നും നിങ്ങൾ കാണണ്ട. അറഫയിൽ വെച്ച് കരയാൻ ഒരു മനുഷ്യന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ദുന്യാവിൽ പിന്നോ അള്ളാഹ്ക്ക് വേണ്ടി കരയാൻ പറ്റുന്ന കഴിയില്ല. അതാണ് അർത്ഥം.
അപ്പൊ അറഫയിൽ നമ്മൾ കരയണം. കരഞ്ഞ് 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 ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത്രയും അറഫയുടെ മണ്ണിലേക്ക് ഉതിർന്നു വീഴാം. അന്നത്തെ മഗ്‌രിബിന് ശേഷം അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നമ്മൾ യാത്രയാകുമ്പോൾ സകല പാപത്തിന്റെയും പാണ്ഡകെട്ടുകൾ അറഫയിൽ ഇറക്കി വെച്ചിട്ട് വേണം നമുക്ക് മുസ്ദലിഫയിലേക്ക് പോകാൻ. ഞാൻ പറഞ്ഞ സംഗതി പറയാം. അപ്പൊ ഞാൻ എന്റെ കൂടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞ് അവനാ ഒറ്റപ്പെട്ടേക്ക് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ചോറ് പുറത്തുനിന്നാക്കില്ല. ചോറ് കൊണ്ടുവരാൻ വേണ്ടി പുറത്തുനിന്ന് പോയി വന്നപ്പോൾ പണ്ട് മൂസാ നബി ബനൂ ഇസ്രായേലിനടുത്തുനിന്ന് പിന്നെ എന്താ പറയാ തൗറാത്ത് വാങ്ങാൻ പോയി തിരിച്ചു വന്നപ്പോ സാമിരിന്റെ സ്വർണ്ണ പശുക്കുട്ടിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ബനൂ ഇസ്രായേലിൽ ആമീൻ പറയുന്നവരുണ്ട്. ഒരു ബോംബെ എന്ന് പറഞ്ഞ ഒരു സംഘം ഓരോ ബേക്കലുണ്ട്. നമ്മളെ ഗ്രൂപ്പിലെ 100 ആളും വരുന്നുണ്ട് ആമീൻ ആമീൻ ഒരു ഉറുദുലൊക്കെ പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞ പഞ്ചാബ് സഹോദരന്മാരെ കഴിഞ്ഞിട്ട് അങ്ങനെ 1/2 മണിക്കൂർ പോലെ കരച്ച് അത് പറഞ്ഞേ ഇപ്പോഴാണ് ഹജ്ജ് ശരിയായി. നിങ്ങൾ ആമീനായിട്ടെന്ന കാലം ഇതുപോലത്തെ ദുഃഖം ചെയ്യാനോ എന്തൊരു ദുരുവിന്റെ മുമ്പിൽ ദുരുവിച്ച് എന്താ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ശരി, ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. ദുൽഹജ്ജ് 8-ന് മിനായിലേക്കേ പോകൂ, അതിനപ്പുറത്ത് പോവില്ല. ദുൽഹജ്ജ് 9-ന് എല്ലാവരും അറഫയിലേക്ക് പോകൂ, അതിനപ്പുറത്ത് പോവില്ല. അന്ന് അന്തിക്ക് എല്ലാവരും മുസ്ദലിഫയിലെത്തും, അവിടെ എത്തിയിരിക്കും. പിറ്റേന്ന് എല്ലാവരും പോകും. ജംറ 1-ന് പഠിച്ചോനെ എന്തിനാ ഒന്നാമത്തെ ജംറ എനിക്കറിയാം, അതിന് നിറം മാത്രമല്ലോ ഉണ്ടോ. രണ്ടാമത്തെ എങ്ങനെ അറിയാം? ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആദ്യം ഒന്നാമത്തെ ജംറയിലേ വരുള്ളൂ. അത് കഴിഞ്ഞിട്ടേ 2-ക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടേ 3-ക്ക് പോകുള്ളൂ. ഒക്കെ കറക്റ്റാ. ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കും. പേടിക്കേണ്ട എന്താ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. വിദഅത്തുണ്ടല്ലോ, അത് വലിയ അപകടം. ആരോ തമാശ പറഞ്ഞു, ഒരു ഇന്തോനേഷ്യൻ ഗ്രൂപ്പ് 150 ആളുടെ ഗ്രൂപ്പ് ഹർമ്മക്കൂടെ ഇങ്ങനെ പോയപ്പോ മുന്നിൽ പോണ എന്ത് കാട്ടിയാലോ ഒരു തൂണുണ്ടായി. ആ തൂണുമ്പോ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ പോയി. പിന്നെ ബാക്കിലുള്ള ഒരു മൊത്ത ഉമ്മ ആ തൂണിന്. കാരണം ചില ആൾക്കാരെ നമ്മളിങ്ങനെ തവാഫ് ചെയ്യുമ്പോ ഒരാളെ കാണാൻ കാബമ്മ കൈവച്ചേന, അപ്പൊ നമ്മൾക്ക് ഒരു പുതിയ നമ്മളൊന്ന് കൈവച്ചു പ്രാർത്ഥിക്കും. ഒരാളിങ്ങനെ പോകുമ്പോ വേറെ എന്തെങ്കിലും ചെയ്താലും അപ്പൊ നമ്മൾക്ക് ഒരു പുതിയ. അപ്പൊ ഇവിടുന്ന് പോകുമ്പോ നമ്മൾ ചെയ്യേണ്ടത് ഹജ്ജിന്റെ കർമ്മങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് പോവുക. അത് പഠിക്കാൻ ആകപ്പാടെ ജഗ്ഗിരമായി പറഞ്ഞേ, കാണാതെ പഠിക്കാൻ പ്രാർത്ഥനയായിട്ട് എന്താണത്? റബ്ബനാത്തിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറ അല്ലേ? പിന്നെന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഹജ്ജിന്റെ സമയത്ത് ഞാനും എന്റെ കൂടെയുള്ള പ്രവാചകന്മാരും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ ദിവസം എത്ര വട്ടം ചെല്ലുന്നുണ്ട്? ചില ഗ്രൂപ്പിന്റെ ഒക്കെ ഹജ്ജിന്റെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ 400 പേജുള്ള ബുക്കാ കൊടുക്കുക. മനാസിക്കുൽ ഹജ്ജ് ആണ്. എന്നിട്ട് ഈ 50-60 വയസ്സായ വല്യമാരൊക്കെ ആയ കാലത്ത് 1-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി തോറ്റ ആൾക്കാരാ. ഓർക്ക് ഈ 400 പേജിന്റെ ബുക്ക് കൊടുത്തുകൊണ്ട് എങ്ങനെ പഠിച്ചോന്നൊക്കെ കൂടെ പഠിച്ചുകൊണ്ട് പോവുക. തവാഫൊക്കെ ചെയ്യുമ്പോൾ പുസ്തകം 1-ാമത്തെ തവാഫിൽ ചെല്ലേണ്ട പ്രാർത്ഥന. എന്നിട്ട് ദീപക്ക് നോക്കിയാൽ പോണ തട്ടിത്തറിഞ്ഞിട്ട് പോകുക. കാരണം കീഴ്പ്പെട്ടോക്കാൻ വരുന്നത് ചെല്ലണ്ടേ. അത് കഴിഞ്ഞാൽ 2-ാമത്തെ തവാഫ്, 3-ാമത്തെ റൗണ്ടിൽ, 4-ാമത്തെ റൗണ്ടിൽ ഇങ്ങനെ വല്ല പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചോ. അപ്പൊ നമുക്കറിയാം ഈ മുജാഹിദീങ്ങളൊപ്പം പോയാൽ തന്നെ മറ്റവരൊക്കെ വലിയ പുസ്തകങ്ങൾക്കൊപ്പം മുജാഹിദീങ്ങൾ ഇത്ര പുസ്തകം കൊടുത്തേ വെറുതെ എങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് തോന്നുകയാണ്. സത്യത്തിൽ ഹജ്ജ് എന്ന അത്രയേ ഉള്ളൂ. വളരെ ലളിതമാണ്. ആകപ്പാടെ തവാഫിൽ ചെല്ലാനുള്ള പ്രാർത്ഥന റബ്ബനാത്തിനാ ഫിദ്ദുനിയാ. പിന്നെ സഫ മർവ, ആ സഫയിലേക്ക് മർവയിലേക്ക് കയറി പോകുമ്പോ ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ല. ആയത്ത് അറിയെങ്കിൽ ഓതാ, ഇല്ലെങ്കിൽ ഓതാതെ ഇരുന്നാല് അതുകൊണ്ട് ഹജ്ജിന് കുഴപ്പമില്ല. പിന്നെ സഫയിലും മർവയിലും പ്രാർത്ഥിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ അൻജസ വഹദ നിങ്ങൾക്ക് അറിയെങ്കിൽ ചൊല്ല. വേണമെങ്കിൽ പേപ്പർ കയ്യിൽ പിടിക്കുക. ചൊല്ലിയിട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. എത്ര സിമ്പിൾ ആയിട്ട്. നിസ്കാരം എങ്ങനെയാണ് നിങ്ങൾ എന്നോട് ചോദിച്ചാലേ ഞാൻ നിങ്ങൾക്ക് നിസ്കാരം പഠിപ്പിക്കാൻ ചുരുങ്ങിയത് 2 മണിക്കൂറൊക്കെ വേണ്ടി വരും. എന്നാൽ ഹജ്ജ് എങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചാലേ 10 സെക്കൻഡോട് ഞാൻ പറഞ്ഞുതരും. ഹജ്ജ് എങ്ങനെയല്ലേ? ഹജ്ജ് അത്ര എളുപ്പമാണ്. അതുകൊണ്ട് മനസ്സിന് ആ ഭാരം ഇറക്കി വെക്കുക. ഇത് ലളിതമായ ഒരു കർമ്മമാണ്. പക്ഷേ ഹജ്ജിന്റെ കർമ്മം ലളിതമാണെങ്കിലും ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി എടുക്കുന്ന തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനം വല്ലാത്തൊരു തീരുമാനം. ആ തീരുമാനത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഹജ്ജിന് വേണ്ടി പോകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷത്തിലൊരിക്കൽ ലോകത്തിലെ മുസ്ലിങ്ങളെ വിശുദ്ധമായ കഅബാലയത്തിന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹജ്ജ് കഅബാലയത്തിന്റെ അടുത്തായത് എന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഹജ്ജ് മക്കയിലായത്? എന്തുകൊണ്ടാണ് ഹജ്ജ് കഅബയുടെ ചുറ്റുഭാഗത്തായത്? ഹജ്ജ് തൗഹീദിന്റെ ഏറ്റവും വലിയ വിളംബരമാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. തൗഹീദിന്റെ ഏകനായ അല്ലാഹുവിന്
മാത്രം സകലതും സമർപ്പിക്കുന്ന തൗഹീദിന്റെ ഏറ്റവും മനോഹരമായ വിളംബരമാണ്. എന്നിട്ടാണ് നമ്മളെ ആൾക്കാർ പറഞ്ഞത് കഅബ എന്ന് പറഞ്ഞാല് ഹാജർ ബീവിന്റെ മഖ്ബറയാണ് എന്നൊക്കെ പ്രചരിപ്പിച്ച് ഹാജർ ബീവിന്റെ ആ മഖ്ബറയുടെ ഖബർ അത് ജാറം മൂടാൻ വേണ്ടിയാണ് ഹജ്ജിന് പോകുന്നത് എന്ന് പ്രസംഗിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ശിർക്കിനെ ശ്രദ്ധിക്കണം കേട്ടോ. ശിർക്ക് ഭയങ്കര അപകടം. അതെങ്ങനെ വരുമെന്ന് അറിയാം അല്ലെ? ഇവിടെ ചോദിച്ചല്ലേ ഹജ്ജിന് പോണതിന് മുമ്പ് ചില സിയാറത്ത് സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണോ? ആൾക്കാർ പോകാനുണ്ട്. ഹജ്ജിന്റെ മുമ്പ് 7 കേന്ദ്രങ്ങൾ എന്തായാലും ഓരോ ദർഗയിലും പോയിട്ട് പറയണേ, സാഹിബേ ഔലിയ അല്ലെങ്കിൽ വലിയ ഞങ്ങള് അള്ളാഹിന്റെ വിളി കേട്ട് മക്കത്ത് പോകട്ടോ, അതുകൊണ്ട് അള്ളാഹ് ഞങ്ങളെ നോക്കാൻ നേരം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അപകടമൊന്നും വരാതെ നിങ്ങൾ നോക്കണം കേട്ടോ, ഓലെ ഏൽപ്പിച്ചിട്ടാ പോലെ. ദർബളും അങ്ങനെ തന്നെ. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ നേരെ ബസ് ഈ ദർഗയിലൊക്കെ നന്ദി പറയാൻ വേണ്ടി. ശിർക്കിന്റെ പ്രചാരകന്മാർ ശക്തിപ്പെടുന്ന കാലത്ത് നമ്മൾ മനസ്സിലാക്കണം, തൗഹീദ് ലോകത്ത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനത്തിലേക്കാണ് അല്ലാഹു നമ്മളെ വിളിച്ചു കൂട്ടിയത്. ഈ തൗഹീദിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി ലോകത്തെ അറിയിക്കാൻ. മുസ്ലിങ്ങളുടെ വിശ്വാസം ഒന്നാണ്, മുസ്ലിങ്ങളുടെ ജീവിതം ഒന്നാണ്, മുസ്ലിങ്ങളുടെ കർമ്മങ്ങൾ ഒന്നാണ്, അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഒന്നാണ് എന്ന് ലോകത്തെ അറിയിക്കൽ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ്. അങ്ങനെ നമ്മളൊക്കെ ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോ ആ ഹജ്ജിന്റെ വേളകളിൽ മറക്കാതെ നമ്മൾ ഓർക്കുന്ന 3 പേരുകളുണ്ട്. ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരാണ്, രണ്ടാമത്തേത് ഹാജറിന്റെ പേരാണ്, മൂന്നാമത്തേത് ഇസ്മായിലിന്റെ പേരാണ്. ഈ പേരുകൾ നമ്മൾ മറക്കുകയില്ല. ഹജ്ജിന്റെ ഭാഗമായി നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മങ്ങളും, ഹജ്ജിന്റെ ഭാഗമായി നമ്മൾ ചവിട്ടുന്ന ഓരോ മണൽത്തരികളിലും ഈ 3-ൽ ഏതെങ്കിലും ഒരാളുടെ വിയർപ്പിന്റെ ചോരയുടെ അവരുടെ ജീവിതത്തിന്റെ മനോഹരമായ അധ്യായത്തിന്റെ അക്ഷരങ്ങൾ വീണ് കിടക്കുന്നുണ്ട് എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് വേണ്ടി ലോകത്തെ മനുഷ്യരെ വിളിക്കുവാൻ കൽപ്പിച്ചത് 1,00,000-ലേറെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് അല്ലാഹു ഹജ്ജിന് വേണ്ടി വിളിക്കുവാൻ വേണ്ടി അല്ലാഹു ചുമതലപ്പെടുത്തുന്നത്. ആരായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തുന്നത്, നമ്മളുമായി അല്ലാഹു തആല ഇബ്രാഹിം നബിയെ ബന്ധപ്പെടുത്തുന്നത് മില്ലത അബീകും ഇബ്രാഹിം, മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവ്. അല്ലാഹു ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തിയത് നമ്മുടെ പിതാവ്, ബാപ്പ, അബ് എന്ന പ്രയോഗത്തിലാണ്. നിങ്ങളുടെ ബാപ്പയായ ഇബ്രാഹിം, ആ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം. എന്താണ് മില്ലത്ത്? സുന്നത്ത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കർമ്മങ്ങളാണ്, വാക്കുകളാണ്, പ്രവാചകന്റെ അംഗീകാരമാണ്, ആ പ്രവാചകന്റെ ജീവിതമാണ് സുന്നത്ത്. ആ സുന്നത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് നമ്മൾ അനുധാവനം ചെയ്യേണ്ടത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്താണ് നമ്മുടെ മില്ലത്ത്. എന്താണ് മില്ലത്ത് എന്ന് പറഞ്ഞാൽ? മില്ലത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ആദർശമാണ്, അതൊരു ജീവിതത്തിന്റെ വഴിയാണ്, ഒരു തീവണ്ടി. എത്ര വിശാലമായ സ്ഥലത്തുകൂടെ പോവുകയാണെങ്കിലും ആ തീവണ്ടി അതിന്റെ ആ 2 ട്രാക്കിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ. ആ ട്രാക്കിൽ നിന്ന് എപ്പോൾ തീവണ്ടി വഴിതെറ്റുന്നുവോ ആ സമയം തീവണ്ടി അതിന്റെ പാളങ്ങൾ മറിഞ്ഞ് തീവണ്ടി വീണുപോകും. ആ തീവണ്ടിക്ക് ആ പാളങ്ങൾ എന്താണോ സത്യത്തിൽ അതുപോലെയാണ് മുസ്ലിമായ ഒരു മനുഷ്യന് അവന്റെ ആദർശം എന്ന് പറയുന്നത്. അവന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആ ആദർശത്തിലാണ് അവൻ ജീവിക്കേണ്ടത്. ആ ആദർശം ലോകത്തിന് ജീവിതത്തിലൂടെ മനോഹരമായി പഠിപ്പിച്ചു കൊടുത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ നമ്മുടെ നേതാവായി പ്രഖ്യാപിക്കുന്ന ഒരു സംഭവമുണ്ട്, അല്ലെങ്കിൽ നേതാവായി പ്രഖ്യാപിക്കുന്ന സന്ദർഭമുണ്ട്. അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അസ്ലിം അസ്ലിം ഇബ്രാഹിമേ, നീ കീഴൊതുങ്ങ്. ഇനി മുതൽ ഞാൻ എന്താണോ കൽപ്പിക്കുന്നത് അത് മാത്രമാകണം നിന്റെ ജീവിതം. അതിന്റെ ലാഭനഷ്ടങ്ങളെ കുറിച്ചോ അതിന്റെ ശരികളെ അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചോ നീ ചിന്തിക്കേണ്ടതില്ല. ഞാൻ എന്ത് കൽപ്പിക്കുന്നുവോ അത് നീ അനുസരിക്കണം. അസ്ലിം ഇബ്രാഹിമേ, നീ കീഴൊതുങ്ങ് എന്ന് അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുമ്പോൾ ഇബ്രാഹിം നബിയുടെ മറുപടി എന്താണെന്നോ? ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ റബ്ബേ, ഞാനിതാ നിനക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു. ഇനി എന്റെ ജീവിതം അല്ലാഹുവേ നീ പറയുന്നതാണ്, നീ കൽപ്പിക്കുന്നതാണ്. പിന്നീട് അങ്ങോട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, ഇബ്രാഹിം നബി അങ്ങനെ ഒരു മറുപടി പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു അദ്ദേഹത്തെ
വഹും ലാ യുഫ്തനൂൻ. ഞങ്ങളൊക്കെ അല്ലാഹുവിന് കീഴൊതുങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ വിശ്വാസികളായിട്ടുണ്ട് എന്ന് നാം കൊണ്ട് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു നമ്മളെ ഒരാളെയും മുസ്ലിമായിട്ട് പരിഗണിക്കുകയില്ല. നേരെ മറിച്ച് നമ്മൾ ആ പറഞ്ഞത് സത്യമാണോ അല്ലേ എന്ന് അല്ലാഹു ജീവിതം കൊണ്ട് തെളിയിക്കും. എങ്ങനെ? ഞാൻ എന്റെ ജീവിതത്തെ അല്ലാഹുവിന് കീഴ്പ്പെടുത്തിയിരിക്കുന്നു, ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ആ പറഞ്ഞത് കേവലം ഒരു വാക്ക് മാത്രമാണോ? അതല്ല, അതെന്റെ ജീവിതത്തിന്റെ സത്യമാണോ എന്ന് അല്ലാഹു എന്റെ ജീവിതം കൊണ്ട് തെളിയിക്കും. പണം, ആരോഗ്യം, മക്കള്, അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യത്യസ്തമായ രംഗങ്ങളിൽ അല്ലാഹു നമുക്ക് ശക്തമായ പരീക്ഷണങ്ങൾ തരും. ആ പരീക്ഷണങ്ങളിലൂടെ അല്ലാഹു തെളിയിക്കുന്നത് ആ ഭൗതിക വസ്തുക്കളോടാണോ അതല്ല അല്ലാഹുവിന് കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന വാക്കിനോടാണോ നമ്മൾ കൂറ് പുലർത്തുന്നത് എന്ന് അല്ലാഹു തആല നിരീക്ഷിക്കും. ഇബ്രാഹിം നബി ഞാൻ എന്റെ ജീവിതത്തെ അല്ലാഹുവിന് സമർപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് ശക്തമായ പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെയുള്ള ആ പ്രവാചകന്റെ ജീവിതമാണ്. സ്വന്തം പിതാവ് ഇറക്കിവിട്ട് നാട്ടുകാർക്കൊക്കെയും കണ്ണിലെ കരടായി രാജാവിന്റെ മുമ്പിൽ കുറ്റവാളിയായി അവസാനം തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട് പിന്നെ നാട് വിട്ടു പോകേണ്ടി വന്ന് ജീവിതത്തിന്റെ വഴിത്തിരിവിൽ തന്റെ കൂടെയായ തന്റെ കുടുംബത്തെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന് പിന്നീട് തന്റെ പ്രിയപ്പെട്ട മകനെ ബലിയറുക്കുവാൻ മിനായിലെ കുന്നിൻ ചെരുവിലേക്ക് നടക്കുന്നത് മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ പരീക്ഷണത്തിന്റെ വലിയ ഒരു പരമ്പര നമ്മൾ കാണുകയാണ്. എന്നിട്ട് അല്ലാഹു തആല ഇബ്രാഹിം നബിക്ക് അല്ലാഹുവിന്റെ കൽപ്പനകൾ ഓരോന്നായി നൽകിയപ്പോ ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ കൽപ്പനകൾ ഓരോന്ന് പൂർത്തിയാക്കിയപ്പോ അല്ലാഹു തആല പറഞ്ഞു, നിന്നെ ഞാൻ ലോകത്തിലെ മുസ്ലിങ്ങളുടെ ഇമാമായി നേതാവായി നിശ്ചയിച്ചിരിക്കുന്നു. ആ നേതാവിനെ കൊണ്ടാ വിളിപ്പിച്ചത് നിങ്ങൾ ഹജ്ജിന് പോയി. എന്നിട്ട് ആ നേതാവ് നടന്നു തീർത്ത വഴികളിലൂടെ, ആ നേതാവിന്റെ കുടുംബം അനുഭവിച്ച ത്യാഗങ്ങളിലൂടെ നമ്മളങ്ങനെ ഓടുക. സഫാ മർവ സഈദിടക്ക് മുകളിൽ ഇങ്ങനെ പച്ച വെളിച്ചം കൊണ്ട് പ്രത്യേകമായിട്ട് വേർതിരിച്ച ഒരു 20-25 മീറ്റർ ദൈർഘ്യമുള്ള ഒരു പ്രദേശം. അവിടെ എത്തുമ്പോ ആണുങ്ങൾ ഓടണമെന്നാണ്, പുരുഷന്മാർ ഒന്ന് ഓടണം, സ്ത്രീകൾ ഓടേണ്ടതില്ല. എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത അറിയോ? അന്ന് തന്റെ മകനെ കഅബാലയത്തിന്റെ സമീപത്ത് കടത്തിയിട്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കാനില്ല. വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങളായി തന്റെ നെഞ്ചിലെ അമ്മിഞ്ഞപ്പാല് വറ്റിപ്പോയിരിക്കുന്നു. തന്റെ കുട്ടി തൊണ്ട വരണ്ട് കരയുമ്പോൾ ആ കുട്ടിക്ക് ഇറ്റിച്ചു കൊടുക്കാൻ ഒരു തുള്ളി അമ്മിഞ്ഞപ്പാല് ആ നെഞ്ചിൽ നിന്ന് ചുരത്താനില്ല. ആലോചിച്ചൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഒരു കൊച്ചു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി വിശന്ന് കരയുമ്പോ അവന്റെ ചുണ്ടിലേക്ക് ഒരു തുള്ളി വെള്ളം ഉറ്റിച്ചു കൊടുക്കാനില്ലാതെ, ഒരാളോട് ചോദിക്കാൻ ഒരു മനുഷ്യനില്ലാതെ മരുഭൂമിയുടെ വിതരണയിൽ നിസ്സഹായായ ആ പെണ്ണിനെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അവസാനം മകനെ കടത്തിയിട്ട് പേടിയാ, മകനെയും കൊണ്ട് ഓടാനുള്ള ജീവല്ല, ജീവനുണ്ടെങ്കിൽ കുട്ടി എടുത്തിട്ടാ ഓടുക. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങളായി, മകനെ വിജനതയിൽ കടത്തിയിട്ട് ഓടുക. ഓടുമ്പോ തിരിഞ്ഞോക്കിട്ടാ ഓടുന്നത്. പല കുറുക്കന്മാരും വരുന്നുണ്ടോ? ഓടിയപ്പോ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോ ബേജാറ് കൊണ്ട് തന്റെ വസ്ത്രം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹാജർ ഓടി നഗറിലെ പെണ്ണുങ്ങൾ എപ്പോഴാ ഒരു ധരിച്ചിരിക്കുന്ന ആ മേശക്കോടെ പൊന്തിച്ചൊരു ഓട്ടമില്ലപ്പോ കുട്ടി അടുക്കളയിൽ ഇരിക്കുന്ന 50 ആണാണ്. കിണറ്റിന്റെ പക്കത്തെത്തിയ കുട്ടി അപ്പണ്ട് അടുക്കളയിൽ അമ്മാത്തൊരു പാച്ചില്. എങ്ങനെയൊക്കെയാ പാച്ചില്? ആ പാച്ചില് മനസ്സിൽ വിചാരിച്ചോക്കാണ്. ആ ഓട്ടം ഹാജർ ഓടിയ സ്ഥലമാണ്. അതുകൊണ്ടാ പറഞ്ഞത് പെണ്ണുങ്ങൾ ഓടണ്ട, നിങ്ങൾക്ക് വേണ്ടി അന്ന് ഹാജർ ഓടിയിട്ടുണ്ട്, ആണുങ്ങൾ ഓടട്ടേതാ പറഞ്ഞേ. ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളിലും ഇബ്രാഹിം നബിയുടെ ആ കുടുംബത്തിന്റെ ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. നമ്മളത് മറക്കാൻ പാടില്ല. ഇബ്രാഹിം നബിയുടെ ചരിത്രം മറക്കാനേ പാടില്ല. അതുകൊണ്ടാണല്ലോ ഓരോ ദിവസം നിസ്കരിക്കുമ്പോഴും ഓരോ നിസ്കാരത്തിലും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം അല്ലാഹുമ്മ ബാരിക് على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. അല്ലാഹുവേ, ഇബ്രാഹീമിനും കുടുംബത്തിനും നീ ഗുണം ചെയ്തു കൊടുത്തതുപോലെ, ഇബ്രാഹീമിനും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്തു കൊടുത്തതുപോലെ എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാണ്?
ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു മുസ്ലിമും ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ജീവിതം മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കൊല്ലത്തിലൊരിക്കൽ ആ മഹിതമായ ജീവിതത്തിന്റെ അനശ്വരമായ ഓർമ്മകളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന രൂപത്തിൽ വിശുദ്ധമായ മക്കയിലേക്കും മക്കയുടെ പരിസരങ്ങളിലേക്കും അള്ളാഹു നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി നമുക്ക് നൽകുന്ന ആ ത്യാഗം അല്ലെങ്കിൽ ആദർശം എന്ന് പറയുന്നത് എന്താണ്? ഹജ്ജിന് പോകുന്ന എല്ലാ മനുഷ്യന്മാരും മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ ആ ത്യാഗത്തിന്റെ പേരിലാണ്, ആ ആദർശത്തിന്റെ പേരിലാണ് വേറെ ഒരു ആവശ്യത്തിനും അവർ നിങ്ങൾ ഹജ്ജിട്ടോ. ചില ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഹജ്ജിന് പോകുമ്പോൾ പെട്ടിയുടെ പേരിലേക്കും മുഹമ്മദ് പേരെന്തെങ്കിലും വയനാടിലൊക്കെ എഴുതിയേക്കും. ഇങ്ങോട്ട് പോകുമ്പോൾ മുഹമ്മദ് ഹാജി പേര് മാറി. ഇങ്ങോട്ട് പോകുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ആരെങ്കിലും മോമാക്കാന്ന് വിളിച്ചാൽ മുമ്പ് തിരിഞ്ഞു നോക്കില്ല. 5 ലക്ഷം റുപ്യ മുടക്കി പോയിട്ട് എന്താ ഹാജി വിളിക്കാൻ മടി? അങ്ങനെ അച്ഛൻ ചെയ്തവരൊക്കെ ഹാജി വിളിക്കണമെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ചില ആൾക്കാർക്ക് വാശിയാണ്, വിളിച്ചോളണം, ഇല്ലെങ്കിൽ അവരെ കണ്ണുമോറ് മാറും. അല്ലേ? നമ്മൾ പോകുന്നത് അള്ളാന്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ച വേറെ ചില ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ അവിടെ കണ്ട് കുട്ടികളൊക്കെ കാണണം. അതൊന്നും ആവരുത്. ഹജ്ജിന്റെ ഉദ്ദേശം ഹജ്ജ് തന്നെയാണ്, സമർപ്പണമാണ്. ഭൗതികമായ ഒന്നിനോടും താല്പര്യമില്ലാതെ സമർപ്പിക്കുവാൻ വേണ്ടി പോവുക. ഞാൻ എല്ലാ സ്ത്രീകളോടും പറയലുണ്ട്, ഹജ്ജിന് പോകുമ്പോ നിങ്ങൾ ആഭരണങ്ങളൊന്നും കൊണ്ടുപോണ്ട, അങ്ങനെ ഫാഷൻ വസ്ത്രങ്ങളൊന്നും കൊണ്ടുപോണ്ട. അതൊക്കെ പരാജയമാണ്. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീകളാ മിഡിൽ ഈസ്റ്റിലെ സ്ത്രീകൾ. ഓരോടും നിങ്ങൾ ഏത് പദ്ധതി പോയി മത്സരിച്ചാലും എത്തൂല. പിന്നെ മാനങ്ങളെ വേണ്ടി പോകണ്ട, ആകെ ആ ജാതി ഒരു സാധനവും വേണ്ട. അത്യാവശ്യത്തിന് വേണ്ട വസ്ത്രങ്ങൾ ആഭരണങ്ങളൊക്കെ ഊരിയിട്ട് മക്കളെ എത്തിച്ചു പോകുക. അഥവാ അമ്മ വന്നില്ലെങ്കിൽ ഉമ്മാന്റെ മരണം കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം ഒരച്ചോണ്ടിട്ടോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു പോകല്ലാതെ അതൊക്കെ കൊണ്ട് അങ്ങോട്ട് വരണ്ട. അതിന് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഹജ്ജിന് വരുമ്പോ എന്തൊക്കെ രേഖകളാ കൂടെ കൊണ്ടുവരണ്ടേ? അതൊക്കെ നിങ്ങളെ കൂടെയുള്ള ആൾക്കാർ കൃത്യമായിട്ട് പറഞ്ഞുതരും. സൗദി ഗവൺമെന്റ് നിങ്ങൾക്ക് മാല തരും, വള തരും, എല്ലാ ആഭരണം തരും. ഏറ്റമാത്രം മാല ഉണ്ടാവും, ഏറ്റമാത്രം ഒക്കെ പ്ലാസ്റ്റിക് കഴിക്കാൻ മാത്രം. അതിനുള്ള പേരും അഡ്രസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നും ആരൊന്നും കൊണ്ടുപോണ്ട, അതൊക്കെ അവിടത്തെ അവർ തരും. ആ മാലയും വളയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കഴുത്തിൽ തൂക്കുന്ന ഒരു ടാഗില് അത് ലോക്കറ്റായിട്ട് വലിയ ലോക്കറ്റ് പേരും അഡ്രസ് ഒക്കെ ഉണ്ടാകും, കഴിവുണ്ടാകും. അത് നഷ്ടപ്പെട്ടാൽ ഇടങ്ങേറായി പോകും. പോലീസൊക്കെ പിടിച്ചാൽ പുറത്തിറങ്ങാൻ പോകും. പക്ഷെ അതുണ്ടാവുക, അതെപ്പോഴും കയ്യുമുണ്ടാവുക. കാരണം എന്തായോ, പെട്ടെന്നൊക്കെ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ തട്ടിത്തിരിഞ്ഞ് വീട്, തലവിഞ്ഞ് വീട്, ബോധം വീടുകയൊക്കെ ചെയ്താല് നിങ്ങളെ ഏതെങ്കിലും ആശുപത്രിക്കാ കൊണ്ടുപോവാ. നമ്മൾ നിങ്ങളെ തെരഞ്ഞിട്ട് നടക്കാത്ത വഴി ഉണ്ടാവില്ല, നിങ്ങൾ എവിടെയെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു അഡ്രസ്സാണ്. നിങ്ങളെ കയ്യുമ്പോൾ ചില ആൾക്കാർക്ക് എന്തായോ, ഇവിടുന്നൊക്കെ പോകുമ്പോൾ കമ്പനി ഇപ്പൊ കേരളമാണെങ്കിൽ കേരളത്തിന്റെ തട്ടൊക്കെ ഉണ്ടാവും. അത് ഇവിടെ പോകുമ്പോൾ ഉത്സാഹിക്കണം. അവിടെ ചെല്ലുമ്പോൾ തോന്നുന്നത് ബോറാണ്, അവിടെ കിടക്കട്ടെ, അത് ഊരിടും. പിന്നെ ഓരോ ഷാളൊക്കെ ചിക്കാൻ പോവുക. ഒരാളെ കാണാനില്ലാതായി തെരയുമ്പോഴാണ് അതിന്റെ പ്രശ്നം. നമ്മളെ കേരളത്തിന്റെ തട്ടൊക്കെ ഉണ്ടല്ലോ, ആ അണ്ണപ്പട്ടന്റെ വിരലിന്റെ തട്ടുണ്ടല്ലോ, പടച്ചോനെ ആ തട്ടക്കെട്ട് പോയാൽ നിങ്ങൾ ഹറമിന്റെ 20 കിലോമീറ്റർ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലോക്ക് ടവറിന്റെ ഉണ്ട്, ആ 3-ാം നമ്പർ ബാത്റൂമിലുണ്ടെന്ന് നോക്കിയാൽ ആ വിരലിട്ട് കാണും. ആരാണ് തട്ടം കണ്ടുപിടിച്ചത്? എന്തായാലും കണ്ടുപിടിച്ചോ ഭയങ്കര തന്നെയാണ്. അപ്പൊ അതൊക്കെ എന്തിനാ വെച്ചാല് അതൊക്കെ ഒരു നന്മയാണ്, അതൊന്നും ഊരണ്ട്. കാരണം എപ്പോഴും നമ്മൾ എനിക്ക് കുഴപ്പമില്ല, വഴിയൊന്നും തെറ്റില്ല, എനിക്ക് എപ്പോഴും പോകാലോ. ഒന്നാം വെയിലത്ത് മുഖ്യക്കല്ലോ ഈ ഇരിക്കണ കൂട്ടത്തിൽ ഒരാള് തല മിഞ്ഞോടെ നേരത്തെ വീട് നിൽക്കുക. ആ ആള് ആരാണ് മനസ്സറിയാൻ പ്രയാസപ്പെടും. നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മുഖത്തിന്റെ ഷേപ്പും, നമ്മൾ നിലത്ത് വീട് കിടന്നാലുള്ള മുഖത്തിന്റെ ഷേപ്പ് ഉണ്ടല്ലോ. എന്റെ നാടിന്റെ അടുത്ത് ഒരു ആക്സിഡന്റില് ഒരു താത്ത മരിച്ചിട്ടേ, ആ താത്താന്റെ ആങ്ങളാര് ആ മണ്ടിപ്പാഞ്ഞ് ആളുകൾ അങ്ങോട്ട് കൊണ്ടുപോണ് ഇങ്ങോട്ട് കൊണ്ടുപോണ്. തങ്ങളുടെ സഹോദരിയാണ് ഈ കിടക്കണേന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അവസാനം 5 മണിക്കും പുറത്തേക്ക് സാധനം വാങ്ങാൻ പോയ താത്ത 5 മണിക്കും വന്നിട്ടില്ല എന്ന് വീട്ടിൽ നിന്ന് കുട്ടികൾ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴാണ് എന്നിട്ട് എങ്ങട്ടെ അപ്പം നോക്കുമ്പോഴാ ആശുപത്രിയിലുള്ള ഈ താത്തയാണെന്നില്ല മനസ്സിലാവണേ. അവരടയാറുണ്ടല്ലോ ആ കയ്യുമ്പലും കൗതിലൊക്കെ ഉള്ള അത് കളയാതെ, അതൊരു ഫാഷനൊന്നല്ല, അനിവാര്യമാണ് എന്ന നിലയ്ക്ക് അത് കൊണ്ടുനടക്കാം. നിങ്ങളുടെ പാസ്പോർട്ട് രേഖകളും ഒക്കെ നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ കയ്യിലേക്കാരം. അത് നിങ്ങൾ ചോദിക്കേണ്ട, അത് നിങ്ങൾക്ക് പോരുന്ന സമയത്ത് കൃത്യമായിട്ട് കിട്ടും. പക്ഷെ തന്ന രേഖകളുണ്ടല്ലോ അത് കൃത്യമായിട്ട് കൊണ്ടുനടക്കാൻ മറക്കരുത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗം അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നമുക്ക് നൽകുന്ന സന്ദേശവും ആദർശവും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു പറഞ്ഞോ അതിന്റെ മേലെ ഒന്നുമില്ല. ആ ത്യാഗമാണ് ഈ ലോകത്ത് മനുഷ്യനെ അനശ്വരനാക്കുന്നതും ഈ മനുഷ്യനെ ഉന്നതനാക്കുന്നതും. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ
മുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാരോ അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ആദരിക്കപ്പെടുന്നവൻ. ഇബ്രാഹിം നബിയുടെ കുടുംബം ആ സൂക്ഷ്മതയിൽ കാട്ടുകിട ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ റബ്ബെന്ന് കൽപ്പിച്ചോ അത് അങ്ങനെ തന്നെ നിർവഹിച്ചു. തന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഒരുപാട് കാലത്തെ പ്രാർത്ഥനകൾക്കൊടുവിൽ തന്റെ ജീവിതത്തിൽ റബ്ബിന്റെ സമ്മാനമായി കിട്ടിയ തന്റെ പൊന്നോമന മകനെയും തന്റെ ഭാര്യയെയും മരുഭൂമിയുടെ വിജനതയിൽ ഒഴിവാക്കണമെന്ന റബ്ബിന്റെ കൽപ്പന വന്നപ്പോ ഇബ്രാഹിം നബി ഒരു മനുഷ്യനാ, സങ്കടമുണ്ട്, പ്രയാസമുണ്ട്. ഒരു കഴുതപ്പുറത്ത് തന്റെ ഭാര്യയെ ഇരുത്തി കുട്ടിയെ മടിയിൽ വെച്ച് കൊടുത്ത് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളവും മറ്റൊരു പാത്രത്തിൽ ഇത്തിരി കാരക്കയും ഒരു വടിയുടെ 2 തലക്കൽ കെട്ടി അത് തോളത്ത് വെച്ച് കഴുതയുടെ കയറും പിടിച്ച് ഇബ്രാഹിം നബി ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്കാണ് നടക്കുന്നത്. അതുപോലെ മഞ്ചേരിയിൽ നെല്ലിപ്പറമ്പ് പോണമായിരിക്കല്ല, കിലോമീറ്ററുകൾ ദിവസങ്ങൾ മരുഭൂമിയുടെ വെയിലിലൂടെ പ്രസവിച്ചതിന്റെ അടുത്ത ദിവസം നമ്മളൊക്കെ വീട്ടിലൊരു സ്ത്രീ പ്രസവിച്ചോക്കട്ടെ എണീക്കണമെങ്കിൽ 90 ദിവസം പറ്റും. അതിന്റെ ഇടയ്ക്ക് ആടിന്റെ ഊര, തല, വാല്, കാല് എന്തൊക്കെ ഒരു പെണ്ണ് പ്രസവിച്ചിട്ട് ആ പെണ്ണിനെ കൊണ്ട് നടക്കുക മരുഭൂമി കൂടെ നടന്ന് വിചരമായ മക്കയിൽ ആറില്ല. ഒരു കല്ലുകൊണ്ട് കെട്ടിയ ഒരു വീടിന്റെ തറ മണലിൽ പൂണ്ട് കിടക്കുന്നുണ്ട്. അതല്ലാതെ ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഒരടയാളവും ഇല്ലാത്തടത്ത് അവിടെ കഴുതപ്പുറത്ത് നിന്ന് ഭാര്യയും മകനെയും ഇറക്കിയിട്ട് തിരിച്ച് വെള്ളത്തിന്റെയും കാരക്കയുടെയും പാത്രം മുമ്പിൽ വെച്ച് കൊടുത്ത് ഒരക്ഷരം ഉരിയാടാതെ തിരിച്ചു നടക്കുമ്പോൾ ആദരവിക്കുന്ന ഒരു ചോദ്യം. എന്താ ചോദ്യം? എന്താ മനസ്സിലാക്കിയപ്പോ കൊല്ലാൻ കൊടുത്തതാണോ നല്ല ചോദിച്ച ചോദ്യം എന്താ അറിയോ? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത്? സങ്കടം കൊണ്ട് തൊണ്ടയിലെ നരമ്പുകളൊക്കെ പിടച്ചുപോയ ഇബ്രാഹിം നബിയുടെ മറുപടി ഒറ്റ വാക്ക, അതെ. രണ്ടാമതൊന്നും പറയാൻ അദ്ദേഹത്തിന് വാക്കുകൾ വരുന്നില്ല. ഉടനെ ഹാജറിന്റെ ഒരു വാക്കുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സമ്മാനത്തിന്റെ പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി പോയ ഭർത്താവ് 10 മണി കഴിഞ്ഞ് മേത്തക്കം വൈദ്യമായിട്ട് തിരിച്ചു വരുമ്പോ വാറിന്റെ കുട്ടി കൊണ്ടു കൊടുക്കാതെ ചില പെണ്ണുങ്ങളെ വസ്ത്രം ഉണ്ടാവും. നിങ്ങൾ വസ്ത്രം വിചാരിക്കുള്ളൂ, ഇവിടെ വേറെ ആൾക്കാരില്ലേ, ഓർക്കൊന്നും സമ്മേളനമില്ലേ, നിങ്ങൾക്ക് എന്നെ കൊള്ളൂ എന്നൊക്കെ പറയുന്ന ഭാര്യമാരില്ലേ, കേൾക്കണം നിങ്ങള്. ഇബ്രാഹിം നബിയോട് ആചരണം ചോദിക്കുക, അല്ല അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എങ്ങനെ ചെയ്യുന്നത്? അതെ. എങ്കിൽ സമാധാനത്തിന്റെ ഒരു ഭാര്യ ഒരു ഭർത്താവിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം സമാധാനമാണോ? ഹാജർ പറയണേ, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ ധൈര്യമായി പോയിക്കൊള്ളുക, ഞങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ട, അള്ളാഹു ഞങ്ങളെ സംരക്ഷിക്കും. അതൊരു വിശ്വാസം. അള്ളാഹു ഞങ്ങളെ സംരക്ഷിക്കും, നിങ്ങൾ പോയിക്കൊള്ളുക. നിങ്ങൾ പോയിക്കൊള്ളി, നിങ്ങൾ ബേജാറാവണ്ട. ഞങ്ങളെ ഓർത്ത് പാതി വഴിയിൽ നിന്ന് നിങ്ങൾ മടങ്ങാൻ നിൽക്കണ്ട. മടങ്ങിയാലേ അള്ളാഹിന്റെ അടുത്ത് കുറ്റക്കാരനാവൂലേ? നിങ്ങളോട് അമ്മ പറഞ്ഞ ഞങ്ങൾ ചെയ്തോളി, ഞങ്ങളെ കുറിച്ച് വേവലാതിപ്പെടണ്ട, ഞങ്ങളെ പടച്ചു നോക്കും. ഹാജറിനെ ഈ ലോകം മറക്കൂല. ഹാജർ രാജകുമാരിയായിരുന്നില്ല, ഹാജർ കാണാൻ സുന്ദരിയായ പെണ്ണായിരുന്നില്ല, ഹാജർ തറവാട്ടുകാരിയായിരുന്നില്ല. കറുത്ത നിറമുള്ള, കുറിയ രൂപമുള്ള, ചുരുണ്ട മുടിയുള്ള, പതിഞ്ഞ മൂക്കുള്ള, കറുകറുത്ത ആഫ്രിക്കയിലെ ഏതോ ഗ്രാമത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് മനുഷ്യ ചന്തകളിൽ വിറ്റ് ആരോ കൈമാറി വന്ന വിരൂപയായ ഒരു സ്ത്രീയാണ് ഹാജർ. പക്ഷേ ഹാജർ ലോകത്തിന്റെ നെറുകയില്ല. എന്റെ മനസ്സിലുണ്ട് ഹാജർ, നിങ്ങളുടെ മനസ്സിലുണ്ട് ഹാജർ. ലോകത്തിന്റെ അവസാനം വരെ മുസൽമാന്റെ മനസ്സിൽ ഹാജർ ജീവിച്ചിരിക്കും. എന്തേ? ഹാജറിനെ ഈ വിശുദ്ധിയിലേക്ക് ഉയർത്തിയത് ആ ത്യാഗബോധമാണ്. പിന്നെ ഇബ്രാഹിം നബി മടങ്ങി പോവുക. ഹാജർ ആ മരുഭൂമിയിൽ ജീവിതത്തിന് വേണ്ടി വല്ലാത്ത പോരാട്ടത്തിലാണ്. അല്ലാഹുവിന്റെ ഒരു വാക്കുണ്ട് വിശുദ്ധ ഖുർആനിലെ. എന്താ നിങ്ങള്? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും അല്ലാഹുവിന്റെ മാർഗത്തെ മുറുകെ പിടിക്കാൻ നിങ്ങൾ തയ്യാറായാൽ അല്ലാഹു നിങ്ങൾക്ക് മോചനത്തിന്റെ വഴികൾ കാണിച്ചു തരും. നമ്മളൊക്കെ ചിലപ്പോൾ അറിയാം, സുഖമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നിസ്കാരം നോക്കൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴേ നമ്മളോട് ചില ആൾക്കാർ പറയും, ഇനിയിപ്പോ ഹലാലും ഹറാമും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, ഇസ്ലാമും ഈമാനും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, ഇതിന്ന് കഴിച്ചിലാവണമെങ്കിൽ നമ്മൾ വേറെ വല്ല മാർഗം നോക്കണം. പിന്നെ കൈക്കൂലിയായി, പിന്നെ വേണ്ടാത്തരായി, പിന്നെ തോന്നിയാസായി, പിന്നെ അതിന് കഴിച്ചിലാകാൻ നമ്മൾ എന്ത് മാർഗം ചെയ്യും. അപ്പൊ നമ്മൾ ചോദിക്കും, നല്ല സുഹൃത്തെ ഇതൊക്കെ തെറ്റല്ലേ? എന്ത് തെറ്റ്? ഇത് തെറ്റും ശരിയൊക്കെ നോക്കേണ്ട സമയം. ഇപ്പൊ നമ്മൾ ഈ പ്രശ്നത്തിന് കഴിച്ചാലല്ലേ, പിന്നല്ലേ തെറ്റും ശരിയൊക്കെ ഇബ്ലീസ് നമ്മളെ പറ്റിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേ അല്ലാഹു തആല എന്താ പറഞ്ഞാൽ, പ്രതിസന്ധികൾ എന്ന് പറയുന്നത് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഒരു
അദ്ദേഹമാണ് കഴിഞ്ഞ പ്രാവശ്യം മിനായിൽ നിന്ന് മുസ്ദലിഫയിൽ നിന്ന് ദുൽഹജ്ജ് 10 രാവിലെ ഞങ്ങൾ മടങ്ങുക. ദുൽഹജ്ജ് 10 രാവിലെ ഞങ്ങൾ മടങ്ങുമ്പോ നടന്ന് ഞാനിങ്ങനെ മുമ്പിൽ ഒരു കൊടിയൊക്കെ പിടിച്ചിട്ട് മുമ്പിൽ എന്റെ വേഗയിൽ 10-100 ആൾക്കാർ ഈ കോലം നാവലട്ടോ മക്കത്ത് പോയവർ അമ്മാ അതൊക്കെ അവിടെ പോയ ആൾക്കാർക്കറിയാ നമ്മുടെ സകല പ്രൗഢി മാറും. അങ്ങനെ കൊടിയൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾ നടക്കുമ്പോണ്ട് അസ്സലാമു അലൈക്കും ഒരാൾ വണ്ടി ഒന്ന് പറഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. എന്റെ ഭാര്യനെ കാണാനില്ല, ഭാര്യയെ കാണാനില്ല. അതെന്താ സംഭവം? ഭാര്യ വീൽ ചെയറില്ല, ഭാര്യക്ക് സംസാരിക്കാനൊക്കെ പ്രയാസമുണ്ട്, ഭാര്യ വീൽ ചെയറില്ല. ഇയാള് ഭാര്യയെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കല്ല് പെറുക്കാൻ വേണ്ടി പോയതാ. ആ കല്ല് പെറുക്കാൻ പോയ പോക്കിൽ മൂപ്പർ ലേശം ഇങ്ങനെ മാറിപ്പോയി. ഭാര്യയെ നിർത്തിയപ്പോ അദ്ദേഹം ഒരു അടയാളമൊക്കെ കണ്ടുവച്ചിരുന്നു. ഒരു ബാത്റൂമിന്റെ ഭാഗത്താണ് അദ്ദേഹം ഭാര്യയെ നിർത്തിയത്. ഈ മുസ്ദലിഫയിലെ പ്രത്യേകത എന്തായോ, ആയിരക്കണക്കിന് ബാത്റൂം ഉണ്ട്, എല്ലാ ബാത്റൂമും ഒരുപോലെ. അതിന്റെ നമ്പർ പക്ഷെ അറിയുന്നവർക്ക് സൂക്ഷിക്കാം, അല്ലെങ്കിൽ എല്ലാ ബാത്റൂമും ഒരുപോലെ. ഇദ്ദേഹം തന്റെ ഭാര്യയെ നിർത്തിപ്പോയിടത്ത് നിന്ന് പിന്നെ ഇത്തിരി മാറി, പിന്നെ എവിടെ നോക്കിയിട്ടും തന്റെ ഭാര്യയെ കാണുന്നില്ല. അപ്പൊ മക്കള് പറഞ്ഞിട്ട് വാപ്പാനോട്, വാപ്പ ഉമ്മാനെ കൊണ്ടോട്ടോ, ഉമ്മാനെ കൊണ്ടോട്ടോ, ഉമ്മാക്ക് പ്രശ്നാട്ടോ, നിങ്ങൾ ഇറങ്ങാറാക്കട്ടോ, കൊണ്ടോട്ടോ. ഉമ്മ കൈ പിടിച്ച് പറഞ്ഞു മുന്നിട്ട് പോയത്. അങ്ങനെ കൊണ്ടുപോയതാ. അപ്പൊ ഉമ്മാനെ കാണാനില്ല. ഞാൻ പറഞ്ഞു ഫോൺ ചെയ്തൂടെ, പറഞ്ഞോടത്ത് ഫോണില്ല, എന്താ വേറെ ആളോട് വിളിപ്പിക്കൂലേ? ഓക്കെ, ഞാൻ അറിയില്ല. എന്താ പറ്റുക? നമ്മൾ ചോദിച്ചു അടയാളം എന്തെങ്കിലും ഉണ്ടോ? അടയാളങ്ങളൊന്നും പറയാനില്ല. പിന്നെ ഞാൻ ഹജ്ജ് കഴിഞ്ഞപ്പോഴെത്തിയപ്പോ ചോദിച്ചു, അല്ല പറഞ്ഞു കിട്ടി. ഏതോ ഒരാളുകൾക്ക് കിട്ടിയിട്ട് അവരെങ്ങനെ ഉന്തി കൊണ്ടുപോയിട്ട് ഹജ്ജിൽ മലയാളി ഹാജിമാർ പാർക്കുന്ന ആ കെട്ടിടത്തിന്റെ അവിടെ എത്തിച്ചു ആശ്വാസത്തോടെ. ഞാൻ പറഞ്ഞു നമ്മള് അജ്മീറിൽ സിയാറത്തിൽ പോയിട്ട് കാണാനില്ലാതായി പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളുടെ പെരിക്കുന്നപ്പോ അയാളെ മകനെ കാണാനില്ലാതെ അജ്മീർക്ക് പോയതാത്രേ. ആ തിരക്ക് കൊണ്ടിട്ട് മകനെ കണ്ടില്ല. ആകെ എത്ര ആളെ അജ്മീർ കൊണ്ടിട്ടല്ല, 30 ലക്ഷം ആൾക്കാർ കൂടുന്ന മക്കത്ത് ഒരാളെ കാണാനില്ലാതായെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. ഇടയ്ക്ക് കാണാനല്ലോ, പിന്നെ കാണാൻ 2 ദിവസം കഴിഞ്ഞാൽ കണ്ടിട്ട് പോയി ആൾക്കാരെ കാണും. ഞാൻ പറഞ്ഞല്ലോ, ബേജാറാകണ്ട, പടച്ചോന്റെ അതിഥികളായിട്ടാ പോണേ. നമ്മളെ പടച്ചോ നോക്കും. അള്ളാനെ സൂക്ഷിച്ചു നിന്നോളി, ഉറച്ചു നിന്നാണ്ടല്ലോ, അള്ളാ നിങ്ങൾക്ക് വഴി കാണിച്ചിരുന്ന. അപ്പൊ നമ്മള് നല്ല ഈമാനിന്റെ കുട്ടികള് ഹാജറിന് അമ്മ വഴി കാണിച്ച രൂപമക്കളികള് ആ വിജനമായ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം കണ്ടിട്ടില്ലാത്ത മരുഭൂമിയില ആ കുട്ടിയുടെ കാൽഭാഗത്തിൽ നിന്ന് ജിബ്രീലിന്റെ സാന്നിധ്യത്തിൽ കളകളം വെള്ളം ഇട്ടുവന്നേ. അത് അമ്മ കാണിച്ചൊക്കെ വഴിയാ അല്ലേ? തീർന്നില്ല. മകനെ കാണാൻ വീണ്ടും ഇബ്രാഹിം നബി വരികയാണ്. ആ സമയത്ത് വളർന്നു വലുതായ മകൻ തന്റെ കണ്ണിലുണ്ടിയായി മനോഹരമായി വളർന്നിരിക്കുന്നു. പക്ഷേ ഇബ്രാഹിം നബിക്ക് ഒരു സ്വപ്നം ഉണ്ടായിട്ടുണ്ട്, മകനെ അറുക്കണം. മകനെ എത്തിങ്ങാനി ചേർക്കണമെന്നല്ല, ഓനെ ഒഴിവാക്കണമെന്നല്ല, ഓനെ അറുക്കണമെന്ന് അറുക്കാതെ കൊല്ലുന്നത്. ഇതിന്റെ മകനെ കൊല്ലണം എന്ന് പറഞ്ഞാല് കൊല്ലാൻ ഒരുപാട് മാർഗമുണ്ട്. ഒന്ന് ബാക്കിൽ പൊത്തി പിടിച്ചാൽ മതി, വായിൽ മുമ്പ് അമർത്തി പിടിച്ചാൽ മതി. പക്ഷെ അറുക്കണം എന്ന് പറഞ്ഞേ എന്താ അറിവ്? മൂർച്ചയുള്ള ആയുധം കൊണ്ട് മകനെ കിടത്തിയിട്ട് അവന്റെ കണ്ടത്തില് പലവട്ടം മുറിക്കുമ്പോഴേ അറവ് നടക്കുള്ളൂ. ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, നിന്നെ അറുക്കണമെന്ന് എനിക്ക് സ്വപ്നം ഉണ്ടായിരിക്കുന്നു. ഒരു ബാപ്പ മകനോട് പറയാതെ, നമ്മളൊക്കെ ബാപ്പാക്ക് പേടിയാടാ. എന്നൊരു ഖുർആൻ ക്ലാസ് ഉണ്ട്, അങ്ങനെ ഖുർആൻ ക്ലാസ്സിന് പള്ളിക്കൊക്കെ പോകൂടേന്ന് +1 പഠിക്കുന്ന മക്കളോട് പറയാൻ ബാപ്പാക്കും ഉമ്മാർക്കും പേടിയുള്ള കാല. ഇബ്രാഹിം നബി മകനോട് പറഞ്ഞു, മോനെ വല്ലാത്തൊരു വിഷമത്തിലാ, എന്റെ അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഉണ്ട്, നിന്നെ അറുക്കണം. നമ്മളൊക്കെ മക്കളാണെങ്കിൽ മോഹത്തിന് മണ്ണ് വാരിട്ട് ഓടി കഴിച്ചവനെ അറുക്കാൻ കൈകാലം എവിടെയെങ്കിലും വെച്ചിട്ടേ എന്തെയാ മകന്റെ മറുപടി ഇറങ്ങണേ? ബാപ്പാനെ ഏറ്റവും സ്നേഹത്തോടെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പദാണ് എന്താണോ പടച്ചോ നിങ്ങളോട് കൽപ്പിച്ച് അത് നിങ്ങൾ ചെയ്തോളൂ. അതിന് നിങ്ങൾ റെഡിയാണോ? ഞാൻ തടസ്സമില്ല, ഞാൻ റെഡിയാണ്. ഞാൻ ക്ഷമയോടുകൂടി അള്ളാന്റെ കൽപ്പന പൂർത്തിയാക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. വാക്ക് കൊടുത്ത ഒരു ആത്മവിശ്വാസത്തിലേക്കല്ലേ മകനെയും കൊണ്ട് അദ്ദേഹം ആ കുന്നിച്ചെരുവിലേക്ക് നമ്മളിങ്ങനെ ഈ ഹജ്ജിന്റെ തൊട്ട് മുമ്പിൽ മിനയും മുസ്ദലിഫയും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകും മശായിറുകൾ. ആ മശായിറുകൾ കാണാൻ പോകുമ്പോ മിനായിലെ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുന്ന ബസ്സിലെ ഡ്രൈവർമാര് ബസ് ഒന്ന് പതുക്കെ സ്ലോ ആക്കിയിട്ട് അവരിങ്ങനെ ഇടതുഭാഗത്തേക്ക് വിരൽ ചൂണ്ടിത്തരുന്ന അവിടെ ഒരു ചെറിയ വിളക്കുമാണം പോലത്തെ ഒരു ചെറിയ സ്തൂപമുണ്ട്. പറയപ്പെടുന്നു അവിടെയാണത്രേ ഇബ്രാഹിം നബി മകനെ അറുക്കുവാൻ വേണ്ടി ചരിച്ചു കിടത്തിയത്. ഓളമില്ല, കാലാകാലങ്ങളായിട്ട് പറയുന്നുണ്ട് അത് അവിടെയാണ്. അവിടെ ചെറിയ ഒരു ഇത്ര ഹൈറ്റ് ഉള്ള ഒരു ചെറിയ സ്തൂപങ്ങളുണ്ട്. അവിടെയാണത്രേ ഇബ്രാഹിം നബി മകനെ അറുക്കുവാൻ കുന്നിൻ ചെരുവിലേക്ക് കൊണ്ടുപോകും പോലെ ഹാജറിന്റെ കയ്യിൽ നിന്ന് മകനെ വാങ്ങിയിട്ടൊരു പോക്കണ്ടേ. ഹാജർ വീണ്ടും ഉയർത്തപ്പെടുകയാണ്. എന്റെ കുട്ടിക്ക്, ചെറിയ കുട്ടിക്ക് വാക്സിനേഷൻ എടുത്തിട്ടില്ലായിരുന്നു. എന്താ പറയുക, സൂചി അടിക്കുന്ന പേടി ആ കുട്ടിന്റെ അമ്മക്ക്. പിന്നെ പഞ്ചായത്തിന് കത്ത് വന്ന് വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ പ്രശ്നമാട്ടോ. അപ്പൊ വാക്സിനേഷൻ കൊണ്ടുപോകുമ്പോഴേ ഭാര്യക്ക് സങ്കടം. കണ്ണ് നിറഞ്ഞിട്ടാണ് കുട്ടിയെ കുളിപ്പിച്ച് കയ്യിലേക്ക് തരുന്നത്. ഇതിന് കുട്ടിനെ കുളിപ്പിച്ച് കയ്യിലേക്ക് തരുമ്പോഴേ ഭാര്യന്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല. കുട്ടി വെക്കുമ്പോ കുട്ടി കരയിലെ ആ കരച്ചിലോർത്തിട്ട് പ്രിയപ്പെട്ടവരെ, ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ മരുഭൂമിയോട് പൊരുതി വളർത്തി ഉണ്ടാക്കിയ മകനെ അറുക്കാൻ ആവശ്യപ്പെട്ട് പിതാവ് മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ആ മകനെ കുളിപ്പിച്ച് തന്റെ കൈ കൊണ്ട് തുന്നിയുണ്ടാക്കിയ മനോഹരമായ കുപ്പായം മകനെ ധരിപ്പിച്ച് ആ മകന്റെ കവളത്ത് ഉമ്മ വെച്ച് ആ മകനെ തന്റെ ഭർത്താവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ഹാജർ എന്ന പെണ്ണനുഭവിക്കുന്ന ത്യാഗമുണ്ടല്ലോ, ആ ത്യാഗത്തിന്റെ ആഴമളക്കാൻ ഏത് മാതിരികളാണ് ഈ ലോകത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ? ഹാജറൊരു പെണ്ണല്ലേ, ഹാജറൊരു മനുഷ്യ സ്ത്രീയല്ലേ? കൊല്ലങ്ങളോളം വളർത്തിയെടുത്ത തന്റെ പ്രിയപ്പെട്ട മകനെ അറുക്കാൻ ആവശ്യപ്പെടുന്ന ഇൻഫോർമെന്റ് എന്റെ സുന്ദരത്തെ കല്യാണത്തിന് പറഞ്ഞേക്കാൻ വേണ്ടി എന്റെ അമ്മ എന്നെ കുളിപ്പിച്ച് മുക്കായിട്ട് വരുമ്പോ എന്റെ അമ്മ കരയിന് ഞാൻ ചോദിച്ചു, എന്തിനമ്മ കരയിന്? അമ്മ മുണ്ടിയിൽ അമ്മ ചോദിച്ച. പിന്നെ എങ്ങോട്ടാ പോകണം എനിക്കറിയില്ല. കുറെ ചെന്നപ്പോ വാപ്പ പറഞ്ഞ് ഇവിടെ പെരിയിൽ എന്റെ ഒപ്പം കുട്ടിന്റെ സുന്ദരത്തെ കല്യാണുണ്ട്, അപ്പൊ അന്നത് തുറന്ന് കഴിക്കുന്ന കയ്യിൽ കൊണ്ടുപോവുക. അതിനാണ് വാപ്പിന്റെ ചോദിച്ചത്. ഇവിടെ മകനെ അറുക്കാൻ വേണ്ടി കൊടുക്കുമ്പോ ഹാജർ അനുഭവിക്കുന്ന ത്യാഗത്തിന്റെ ഒരു ആഴം, ആ മകനെയും കൊണ്ടുപോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മിനായിലെ കുന്നിൻ ചെരുവിൽ മകനെ അറുക്കുവാൻ വേണ്ടി ഒരുക്കുമ്പോ ആ മകൻ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടല്ലോ മക്കളും കുടുംബങ്ങളും ഒക്കെ. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറില്ലേ? വല്ലദീന യഖൂലുന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുറിയാതിനാ ഖുർറത അയുനി വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ഈ ദുനിയാവിൽ കൺകുളിർമ തരുന്ന മക്കൾ, നമ്മുടെ പരലോക വിജയത്തിന് കൂടെ നിൽക്കുന്ന മക്കൾ. ഈ മകൻ ബാപ്പാനോട് പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം തരങ്ങള്, ബാപ്പ എന്നെ അറക്കുന്നതിന് മുമ്പേ എന്റെ കയ്യും കാലും ശരിക്ക് കാട്ടുവള്ളികളൊക്കെ എടുത്തിട്ട് ശരിക്ക് കെട്ടിക്കൊണ്ടിട്ടോ. അതെന്തിനാണെന്നറിയോ? ഒന്നുമില്ല, ഞാൻ എത്ര ക്ഷമയോട് കിടന്നാലും ബാപ്പ കഴുത്തിൽ കത്തി അമരുമ്പോഴേ ഞാൻ പെടഞ്ഞേക്കും, എന്റെ കൈ കൊണ്ട് ബാപ്പയെ തടഞ്ഞേക്കും. ബാപ്പ നിങ്ങൾക്ക് എന്നെ പിടിച്ചമർത്താനോ എന്നെ അറുക്കാനോ കഴിയാതെ വരും, അപ്പൊ നിങ്ങൾ കുറ്റക്കാരനാവും. അതുകൊണ്ട് അനങ്ങാൻ പറ്റാത്തവർ എന്നെ വലിഞ്ഞ് കെട്ടിക്കൊണ്ടിട്ടോ. രണ്ടാമതെന്താ മോൻ പറഞ്ഞാല്, പാപ്പ എന്നെ കമിഴ്ത്തി കിടത്തിക്കൊണ്ടിട്ടോ, കാരണം എന്റെ മുഖങ്ങൾ കാണണ്ട. അറുക്കുന്ന സമയത്ത് എന്തൊക്കെ ക്ഷമിച്ചാലും എന്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോ എന്റെ കണ്ണ് നിറയുന്നത്, എന്റെ കൺകോണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഉരുണ്ടു വീഴുന്നത് കണ്ടാൽ പാപ്പ നിങ്ങളെ കത്തി ഉയർന്നേക്കും, നിങ്ങൾക്ക് അറുക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് എന്റെ മുഖം കാണണ്ട, എന്നെ കമിഴ്ത്തി കിടത്തി അറുക്കണം. മൂന്നാമത്തെ എന്താ പറഞ്ഞാലോ, എന്റെ ഉമ്മ, എനിക്ക് വേണ്ടി ജീവിച്ച ഉമ്മ, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മ, ഉമ്മയോട് ഞാൻ മരിച്ച് എന്നെ നിങ്ങൾ അറുത്തതിന് ശേഷം എന്റെ മയ്യത്ത് സംസ്കരിച്ച് നിങ്ങൾ ഒറ്റക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോ കാത്തിരിക്കുന്ന ഉമ്മയോട് എന്റെ സലാം പറയണം. സലാം പറഞ്ഞാൽ മാത്രം പോരാ, എന്റെ ഉമ്മക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ കുപ്പായം. ഈ കുപ്പായം വിട്ട് ഞാൻ നിൽക്കുന്നതും എന്റെ ഉമ്മക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ കുപ്പായം എന്റെ ഉമ്മക്ക് തിരിച്ചേൽപ്പിക്കണം. ഞാൻ തന്ന കുപ്പായം ഉമ്മക്ക് തിരിച്ചേൽപ്പിക്കണം. ഈ കുപ്പായത്തിൽ ചോരപ്പാടുകൾ ഉണ്ടാവരുത്. കുപ്പായത്തിൽ ചോരപ്പാടുകൾ ഉണ്ടായാൽ എന്റെ ഉമ്മക്ക് ഒരു പക്ഷേ അത് സഹിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് അറുക്കുന്നതിന് മുമ്പേ എന്റെ കുപ്പായം കൂടി ദൂര സ്ഥലത്തേക്ക് മാറ്റി വെക്കണം കേട്ടോ. മകൻ അല്ലേ, ഒരു ബാപ്പ, ഒരു ഉമ്മ, ഒരു മകൻ അല്ലേ. അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പുലർത്തുന്നതിന് വേണ്ടി ഒരു കുടുംബം കാണിക്കുന്ന ആദർശത്തിന്റെ ശക്തി നോക്കൂ നിങ്ങൾ. ആ ആദർശത്തിലേക്കാണ് നമ്മൾ നടന്നു പോകുന്നത്. ആ ആദർശത്തിന്റെ പങ്കുകാരാവാൻ, ആ ആദർശത്തിന്റെ ബാക്കിക്കാരാവാൻ വേണ്ടിയാണ് നമ്മൾ മക്കയിലേക്ക് അച്ഛന് പോകുന്നത്. അതുകൊണ്ട് തന്നെ പോകുന്നവരുടെ മനസ്സിൽ മുഴുവനും ഇഖ്ലാസുള്ള നിയ്യത്തിൽ ഉണ്ടാവണം. നഷ്ടങ്ങളെ കുറിച്ച് മറക്കുക, ദുനിയാവിൽ നമ്മുടെ ചുറ്റുപാടുകളെയൊക്കെ നമ്മൾ മറന്നേക്കുക. നമ്മൾ പോകുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളെ പഠിപ്പിച്ച അനശ്വരമായ ആദർശത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വീകാര്യ
ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ സ്വർഗ്ഗമല്ലാതെ അവന് മറ്റു പ്രതിഫലമില്ല. ഹജ്ജുൽ മബ്റൂർ, ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഹജ്ജുൽ മബ്റൂർ, പുണ്യം നിറഞ്ഞ ഒരു ഹജ്ജ്, ആ ഹജ്ജിന് സ്വർഗ്ഗമല്ലാത്ത പ്രതിഫലമില്ല. മറ്റൊന്നുകൂടി പ്രവാചകൻ പറഞ്ഞത്, ഒരാൾ സ്വീകാര്യയോഗ്യമായ ഒരു ഹജ്ജ് നിർവഹിച്ചാൽ ആ ഹജ്ജ് പൂർത്തിയാകുമ്പോഴുള്ള അവന്റെ അവസ്ഥയുണ്ടല്ലോ, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ഒന്നാമത്തെ ദിവസം പോലെ ഒരു തെറ്റുമില്ല, സകല പാപങ്ങളും പൊറുക്കപ്പെട്ട് നിഷ്കളങ്കനായിരിക്കുന്നവൻ. അതൊരു വലിയ സൗഭാഗ്യ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വേവലാതികളില്ലാതെ, ആവലാതികളില്ലാതെ, ഉത്കണ്ഠകളില്ലാതെ, നിറഞ്ഞ മനസ്സോടെ ഒരുപാട് കാലത്തെ എന്റെ പ്രാർത്ഥന അനശ്വരമായ ആദർശത്തിന്റെ ആ വലിയ ഭവനത്തിലേക്ക് യാത്ര പോകാനുള്ള എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ റബ്ബിനോട് ഞാൻ നടത്തിയ എന്റെ നിരന്തരമായ തേട്ടം എന്റെ റബ്ബ് കേട്ടിരിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാരാണ് ഈ ഭാഗ്യത്തിന് വേണ്ടി കാലങ്ങളായി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. ആ കൂട്ടത്തിൽ നിന്ന് കുറച്ചാളുകളെ റബ്ബ് തെരഞ്ഞെടുത്തപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷം. അഥവാ ഈ വർഷം ഒരുങ്ങിയിട്ടും അതിന് സാധിക്കാതെ പോയ ആളുകളുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ മറ്റൊരവസരം, ഇതിനേക്കാൾ ഖൈറായ മറ്റൊരവസരം അല്ലാഹു എനിക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അല്ലാഹു എനിക്ക് ഈ സമയം എനിക്ക് വേണ്ട എന്ന് അല്ലാഹു എന്നോട് പറഞ്ഞത് എന്ന് സമാധാനത്തോടെ മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക, സന്നദ്ധരാവുക. ധൈര്യത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, സന്തോഷത്തോടുകൂടി നമ്മൾ പുറപ്പെടുക. ഹജ്ജിന്റെ കർമ്മങ്ങൾ തെറ്റുകൂടാതെ ചെയ്യാൻ ആവശ്യമായ പാഠങ്ങളൊക്കെ നേരത്തെ പഠിക്കുക. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നത് നമ്മുടെ ഹജ്ജിന്റെ വഴിയാവരുത്, മാർഗമാവരുത്. ഒരുപക്ഷെ നമ്മൾ കൂട്ടം തെറ്റിയേക്കാം, നമ്മൾ ഒറ്റക്കായേക്കാം. ഒറ്റക്കായാലും കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങളൊക്കെ കൂടെയുള്ള ഇമാം അമീർമാര് കാര്യമായ നിർദ്ദേശങ്ങൾ തരും. വഴിതെറ്റിപ്പോയാൽ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞും ഒരു ബേജാറും വേണ്ട. അതൊക്കെ നിങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹജ്ജ് മനോഹരമായിരിക്കും. ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ ഹജ്ജിൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിന്റെ കൂടെ ഞാനും ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിയമങ്ങളിലൊക്കെ ചില മാറ്റങ്ങളുണ്ട്, ഒരു പക്ഷേ ഉണ്ടായേക്കാം. നമ്മളൊക്കെ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ആ ഹറമിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടും. നമ്മുടെ മൊബൈൽ, എന്തൊക്കെ ഈ നാട്ടിലെ മൊബൈൽ നമ്പർ തന്നെയാണ് ഞാൻ അവിടെ ഉപയോഗിക്കാറുള്ളത്. അവ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ചാൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന മേഖലകളാണെങ്കിൽ സഹായിക്കാനും ഒരുപക്ഷെ നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാനും നമുക്ക് സാധിച്ചേക്കും. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ഈ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി തിരിച്ചു വരാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ജനിച്ചു വീണ ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കരായി ഹജ്ജിന്റെ പിറ്റേ ദിവസം മടങ്ങിപ്പോരുവാനുള്ള ആ സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.